Gracious and loving Heavenly Father, ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, we come to your throne of grace this evening. ഈ സന്ധ്യാസമയം കൃപാസനത്തോളം അടുത്തു വരുന്നു. We come to your presence to hear your word of God. അങ്ങയുടെ വചനം കേൾപ്പാൻ ഞങ്ങൾ അടുത്തു വരികയാണ്. And speak to us tonight. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം. Help my brother who is interpreting the message. കർത്താവേ, അടിയൻ്റെ സന്ദേശം പരിഭാഷപ്പെടുന്ന സഹോദരനും ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ വരുന്നു. And bless everyone who gathered in this place. ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. In Jesus' name I pray. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Amen. Please be seated. I greet again one of you in the most precious name of our Lord and Savior Jesus Christ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. This morning we started a Bible teaching under a title Enoch walked with God. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്നുള്ള ഒരു മുഖവുരയിൽ ഒരു തലക്കെട്ടിലാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. The Enoch is a character, is a shadow and the symbolic to the bride of Jesus Christ. ഹാനോക്ക് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയ്ക്ക് നിഴലായിട്ടാണ് വചനത്തിൽ നിലകൊള്ളുന്നത്. So this session I would like to start with the scripture from the Jude verse number 14 and 15. യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങൾ നിന്നാണ് ഇന്ന് തിരുവചനം ചിന്തിക്കുന്നത്. Jude 1:14 and 15. യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങൾ. And Enoch also, the seventh from Adam, prophesied of this, saying, Behold, the Lord cometh with 10,000s of his saints, to execute judgment upon all, and to convince all that are ungodly among them of their ungodly deeds, which they have ungodly committed, and of all their hard speeches, which ungodly sinners have spoken against them. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരതകളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. So Enoch was a prophet. ഹാനോക്കിനെ ഒരു പ്രവാചകനായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. But what prophecy he was spoken on his time was not recorded in the book of Old Testament. പഴയ നിയമപുസ്തകത്തിൽ തൻ്റെ കാലത്ത് താൻ എന്ത് പ്രവചനമാണ് പ്രവചിച്ചതെന്നതിനെ കുറിച്ച് വചനത്തിൽ രേഖപ്പെടുത്തി കാണിച്ചിട്ടില്ല. But the Holy Ghost, he reminds to the apostle Jude, and he is giving what he was spoken. ഹാനോക്ക് പ്രവചിച്ച പ്രവചനം പഴയ നിയമ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും പരിശുദ്ധാത്മാവ് യൂദ എന്നുള്ള ഈ ദൈവദാസന് താൻ പ്രവചിച്ച പ്രവചനത്തെ വെളിപ്പെടുത്തി കൊടുത്തിട്ട് അതവിടെ രേഖപ്പെടുത്തിയതായിട്ടാണ് നാം വായിക്കുന്നത്. A lot of great people, they prophesied and said lot of things in the Old Testament, but those things are not recorded in the Old Testament. പഴയ നിയമത്തിൽ തന്നെ പല പ്രവാചകന്മാരും ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാരും പ്രവചിച്ച പല വിഷയങ്ങളും പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. You know the character Balak, who went to curse the people of Israel. നമുക്കറിയാം, ഒരു ബിലയാം ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി താൻ പോയ ആ ഈഗോ നിറഞ്ഞ ഒരു പ്രവാചകനെ കാണാം. So Balak influenced the Balaam to go and curse God's people. ബാലാക്ക് പറയുകയാണ്, നീ ആ ജനത്തെ പോയി ശപിക്കണം, അവർ ശാപഗ്രസ്തരാകണം. So whenever he tried to curse, God stopped him not to do that. എപ്പോഴെങ്കിലും ശപിക്കാനായിട്ട് നമുക്ക് അവസരം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്, കാരണം ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. But he gave an idea to the Balak. Balaam gave an idea to Balak. എന്നാൽ ഈ ബിലയാമിന് ബാലാക്ക് ഒരു ചെറിയ ഒരു തന്ത്രം, ഒരു ആശയം പറഞ്ഞു കൊടുക്കുകയാണ്. But that exact thing is not recorded in the Old Testament. For that you have to come to the book of Revelation.
ഈ ബിലയാമിന് ബാലാക്ക് പറഞ്ഞു കൊടുത്ത ഒരു ചെറിയ പൊടിക്കൈ ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് പഴയ നിയമ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് വെളിപ്പെടുത്തിയത് വെളിപ്പാട് പുസ്തകത്തിലാണ്. So you have to take the things in precisely to understand what God exactly did. കൃത്യമായും നമ്മൾ മനസ്സിലാക്കണം ദൈവം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനത്തിൽ കൂടെ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. The Jude got the revelation about what Enoch prophesied in his time. ഹാനോക്ക് തൻ്റെ കാലത്ത് തലമുറയിൽ പ്രവചിച്ച പ്രവചനം എന്തായിരുന്നു എന്നാണ് ഇവിടെ യൂദ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവിടെ വെളിപ്പെടുത്തുന്നത്. In the last session I concluded my teaching with ungodly lust. അഭക്തിയെക്കുറിച്ചാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ പഠിപ്പിച്ച് നിർത്തിയതായ വേദഭാഗം. The Bible speaks about two things. വേദപുസ്തകം രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നു. And godliness and form of godliness. ഒന്ന് ഭക്തിയും രണ്ട് ഭക്തിയുടെ വേഷവും. So ungodliness is the form of godliness is an ungodliness. ഈ ഭക്തിയുടെ വേഷം കെട്ടുക എന്ന് പറയുന്നത് അഭക്തിക്ക് തുല്യമാണ്. But the true godliness is true godliness. എന്നാൽ ഭക്തി, ശരിയായ ഭക്തി എന്ന് പറയുന്നത് അത് ഭക്തി തന്നെയാണ്. That you can see from Genesis itself. ഉൽപ്പത്തി മുതൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഭക്തി ഉണ്ടെങ്കിൽ അത് ഭക്തിയാണ്. And Abel came to the presence of God with real godliness. ആമേൻ. ഹാബേൽ വന്നത് യഥാർത്ഥ ഭക്തിയോടുകൂടിയുള്ള ഒരു ജീവിതമായിരുന്നു. But Cain came with the form of godliness. എന്നാൽ കായീനാകട്ടെ അവൻ വന്നത് ആ ഭക്തിയുടെ വേഷം കെട്ടിയാണ്. But Abel came to the presence of God with understanding of the true revelation. ഹാബേൽ വന്നത് ആ ദൈവത്തിന് അർപ്പിക്കേണ്ട ആരാധനയുടെ യഥാർത്ഥ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ വന്നത്. So he knows to go to the presence of God, the most important thing, my sin has to be forgiven. ഒന്നാമത് ദൈവസന്നിധിയിലേക്ക് ഒരാൾ വരുമ്പോൾ അവൻ ആദ്യം ചെയ്യേണ്ടത് അവന്റെ പാപം പരിഹരിക്കപ്പെട്ടേ മതിയാകൂ എന്നുള്ള ഉറപ്പോടുകൂടിയാണ്. From Genesis to the Revelation you can talk about the many sacrifices. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക് അനേക യാഗങ്ങളെ കുറിച്ച് വായിപ്പാൻ കഴിയുന്നുണ്ട്. Especially from the time of Moses, the lot of sacrifices were made. പ്രത്യേകിച്ചും മോശയുടെ കാലം തൊട്ടുള്ള കാലം പിന്നീട് ഒരുപാട് യാഗങ്ങൾ അർപ്പിക്കപ്പെട്ടത് വായിക്കുന്നു. But all the sacrifices were made by the high priest and the church. ഈ യാഗങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത് ഒന്നുകിൽ മഹാപുരോഹിതൻ അല്ലെങ്കിൽ സഭ. But the first sacrifice was made by God himself. എന്നാൽ ആദ്യത്തെ യാഗം കഴിച്ചത് മോശയുടെ കാലം മുതൽ സഭയും മഹാപുരോഹിതനും ചെയ്ത ആ യാഗങ്ങൾ ആദ്യം നടത്തിയത് യഹോവയായ ദൈവം തന്നെയാണ്. When after Adam committed sin, God himself came down and killed the lamb and made the first sacrifice. ആദാം പാപത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് പാപപരിഹാരത്തിനു വേണ്ടി ഒരു ബലി അല്ലെങ്കിൽ ഒരു യാഗം അർപ്പിച്ചത് യഹോവയായ കർത്താവ് തന്നെയാണ് എന്ന് നമുക്ക് കാണാം. So out of that lamb's skin God gave him a clothing to Adam to cover his nakedness. ഒരു യാഗമൃഗത്തിന്റെ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ തോലാണ് ഈ പാപത്തിൽ വീണുപോയതായ മനുഷ്യന് ഉടുക്കാനായിട്ട് ദൈവം നൽകിയത്. So when Abel came to the presence of God, when he killed the lamb, his hand was full of blood and his face was full of blood and everything looked so shabby and nasty. നമുക്കറിയാമോ, ഹാബേൽ ആരാധനയ്ക്ക് വേണ്ടി വരുമ്പോൾ അവൻ യാഗം കഴിച്ചപ്പോൾ ആ യാഗമൃഗത്തെ അറുത്ത ഹാബേലിൻ്റെ ഇരു കൈകളിലും അവൻ്റെ മുഖത്തും ദേഹത്തുമെല്ലാം ഈ രക്തം പിടിച്ചിട്ടുണ്ട്. His sacrifice doesn't have a good appearance by look. അവൻ്റെ ആരാധനയ്ക്ക്, അവൻ്റെ യാഗത്തിന് ഒരിക്കലും കണ്ടാൽ ഒരു ഭംഗി തോന്നുകയില്ല. For the physical look it doesn't look good. അക്ഷരീയമായി നോക്കിയാൽ ആരാധന ഭംഗിയുള്ളതല്ല. But it was accepted by God. എങ്കിലും അത് ദൈവത്തിന് പ്രസാദകരമായിരുന്നു. But the ungodly sacrifice what the Cain brought to the presence of God. എന്നാൽ അഭക്ത
അഭക്തമായിട്ടുള്ള ഒരു യാഗം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വസ്തുക്കൾ വളരെ കാണാൻ ഭംഗിയുള്ളവയായിരുന്നു. He took a big basket. ഒരു വലിയ കൊട്ട നിറച്ച് He put some vegetables. കുറച്ച് പച്ചക്കറികൾ, And he put some fruits. ആമേൻ, ചില ഫലവർഗ്ഗങ്ങൾ, And he puts lot of flowers. ഒരുപാട് പുഷ്പങ്ങൾ. His sacrifice looks so beautiful to the eyes. ആമേൻ, ലോകത്തിന്റെ മുമ്പിൽ, ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഹാബേലിന്റെ യാഗത്തെക്കാൾ കാണാൻ ഭംഗി കായീന്റെ യാഗവസ്തുക്കളായിരുന്നു. But God refused his sacrifice. വചനം പറയുന്നു, എന്നാൽ കായീന്റെ ആരാധനയിൽ, യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. So what is the difference between the godliness and ungodliness? അതുകൊണ്ട് ഈ ഭക്തിയുടെയും അഭക്തിയുടെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? The true godliness always respect and honor the God's word. യഥാർത്ഥ ആരാധന അല്ലെങ്കിൽ യഥാർത്ഥ യാഗം എന്ന് പറയുന്നത് അത് എപ്പോഴും ദൈവത്തിന് ആ മഹത്വം വരുന്ന ഒന്നാണ്. But the form of godliness, ആരാധനയുടെ ഭക്തിയുടെ വേഷം, it looks like something very divine, holy. ആമേൻ, ഭംഗിയുള്ളതും വളരെ കാണാൻ മനോഹരവും അപ്പോൾ തന്നെ പരിശുദ്ധമാണെന്ന് തോന്നുന്നതുമാണ്. But the main thing, they will reject the word of God in their life. എങ്കിലും വളരെ കാമ്യമായ കാര്യമാണെങ്കിലും ആ ആരാധന, അഭക്തമായ ആരാധന ദൈവത്തിന്റെ വചനത്തെ നിരാകരിക്കുന്നു. So God never looks the outer appearance. ദൈവം ഒരിക്കലും നോക്കുന്നത് പുറമേ കാണുന്ന ഒരു കാഴ്ചയല്ല. We cannot attract God by our fancy things. നമ്മുടെ രൂപഭംഗി കൊണ്ടോ നമ്മുടെ ചില പ്രകടനങ്ങൾ കൊണ്ടോ ദൈവത്തെ ആകർഷിപ്പാൻ നമുക്ക് കഴിയുകയില്ല. God's eye is looking for the people who are really accepting and respecting his word. തൻ്റെ വചനത്തെ അംഗീകരിക്കുകയും തൻ്റെ വചനത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നതായ വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരുടെ ആരാധന യാഗമാണ് ദൈവം എല്ലാ കാലത്തും ബഹുമാനിക്കുന്നത്. So from the time of Adam, this godliness and ungodliness is parallelly traveling. നിങ്ങൾ വചനം പരിശോധിച്ച് നോക്കിക്കോ, അവിടെ എല്ലാം ആദാമിന്റെ കാലം മുതൽ അഭക്തിയും ഭക്തിയും ഒരേപോലെ സമാന്തരമായി അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. But it is very hard to find the difference. ഈ അഭക്തിയെയും ഭക്തിയെയും തമ്മിൽ വേർതിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ്. But these two things will parallelly travel. കാരണം ഈ റെയിൽവേ പാളം ഇങ്ങനെ നീണ്ടു കിടക്കുന്നത് പോലെയാണ് സമാന്തരമായി ഭക്തിയും അഭക്തിയും സഞ്ചരിക്കുന്നത്. But the true bride of Jesus Christ, they know what is godliness and what is ungodliness. എന്നാൽ യഥാർത്ഥ ദൈവ പൈതലിന്, ഒരു ക്രിസ്തുവിന്റെ യഥാർത്ഥ മണവാട്ടിക്കറിയാം എന്താണ് ആ വിവേചന ശക്തിയിൽ, എന്താണ് ഭക്തി, എന്താണ് അഭക്തി എന്ന്. But all this ungodliness is going to come to an end with the Antichrist. നിങ്ങൾ മനസ്സിലാക്കുക, എതിർ ക്രിസ്തുവിന്റെ വരവോടുകൂടെ അഭക്തി അത് എന്നേക്കുമായിട്ട് ഉന്മൂലനാശം വരും. But the true godliness will always be with Christ. എങ്കിലും യഥാർത്ഥ ഭക്തിയാണെങ്കിൽ അത് ക്രിസ്തുവിനോടുകൂടെ എന്നും നിലനിൽക്കുന്നതാണ്. So the Christ and the Antichrist are the both totally different thing, but they both will look similar. ഈ ക്രിസ്തുവും എതിർ ക്രിസ്തുവും രണ്ടും ഒരേ ദിശയിൽ പോയിക്കൊണ്ടിരിക്കുക. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റത്തില്ല, രണ്ടും ഒന്നാണെന്ന് തോന്നും. എന്നാൽ ഇതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് താനും. If you read in the book of First Thessalonians, Paul is writing very clear. 1 തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലൂസ് വ്യക്തമായും പറയുന്ന കാര്യമുണ്ട്. But in the spiritual realm nowadays, lot of ungodliness is having the form of godliness. It looks like divine, it looks like godly thing, but there is no God there. ആത്മീക മണ്ഡലം എന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം, ആത്മീകവും അനാത്മീകവും ഏറെക്കുറെ കൂടിക്കൊഴിഞ്ഞു കിടക്കുന്ന ഈ അന്തരീക്ഷത്തിൽ രണ്ടും ഒരുപോലെ തോന്നും, രണ്ടും ഒരേപോലെയാണെന്ന് തോന്നും. എന്നാൽ അത് മനോഹരമായി തോന്നുന്ന അത് യഥാർത്ഥത്തിൽ ദൈവഭക്തിയല്ല. So in the 2 Peter chapter number 3 verse number 3 and 4, Peter writing a scripture, very strong scripture. 2 പത്രോസിന്റെ ലേഖനം 3-4 വാക്യത്തിൽ പത്രോസ് പറയുന്ന കാര്യം, knowing this first, that there shall come in the last days scoffers walking after their own lust. നമുക്കറിയാം, അന്ത്യകാലമാകുമ്പോൾ വളരെയധികം
പരിഹാസികൾ എഴുന്നേറ്റ് വരുന്ന ഒരു കാലമുണ്ടാകുമെന്ന് അപ്പോസ്തലൻ മുന്നറിയിക്കുകയാണ്. So they always wanted to live what they like it. അവർക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത്, അവരുടെ മോഹങ്ങൾക്കൊത്ത് അവർ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. But for those people the Bible gave a name, they are scoffers. എന്നാൽ വചനം അവരെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? അവർ പരിഹാസികളാകുന്നുവെന്നാണ്. So when they see the real godly people, they always mock. ആ നല്ല ദൈവവൈതലിനെ കണ്ടാൽ, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ കണ്ടാൽ, ഈ പരിഹാസികൾ അവരെ പരമാവധി അതെ പരിഹസിക്കും. But in the book of Psalm number 1, God gave a very great warning. വചനത്തിൽ സങ്കീർത്തനങ്ങൾ 1 തന്നെ അതിന് പറ്റിയൊരു വാക്യം കൊടുത്തിട്ടുണ്ട്. But don't sit with the wicked people. ആ വ്യക്തികളെ സംബന്ധിച്ച് don't sit among these scoffers and mockers. വചനം പറയുന്നത് പരിഹാസികളോടുകൂടെ നിങ്ങൾ അവരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുക പോലും ചെയ്യരുതെന്നാണ്. The day and night you have to meditate the word of God. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? രാവും പകലും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ അത് ധ്യാനിക്കണമെന്ന്. Because this word reveals what is the true godliness which is acceptable in the sight of God. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് പ്രസാദം ലഭിക്കുന്നതായ യഥാർത്ഥ ഭക്തി എന്താണെന്ന് വെളിപ്പെടുത്തുന്ന ഒരേ ഒരു വസ്തുത ദൈവത്തിന്റെ വചനമാണ്. But these scoffers, what they will do? എന്നാൽ ഈ പരിഹാസികൾ ചെയ്യുന്ന എന്താണെന്നറിയാമോ? Year after year they will create the doubts on the word of God. അവർ ഓരോ പ്രാവശ്യവും ദൈവത്തിന്റെ വചനത്തിൽ അവരിങ്ങനെ ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് അവരതിനെ ഉയർത്തിക്കൊണ്ട് വരികയാണ്. They will create doubts on doubts after doubts. സംശയങ്ങൾ വളർത്തിക്കൊണ്ട് വരികയാണ്. The 2 Peter 3:4 says, 2 പത്രോസ് 3:4 പറയുന്നു, these scoffers, they say, where is the promise of his coming? ഈ പരിഹാസികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവന്റെ വരവിന്റെ ലക്ഷണം എവിടാ? For since the fathers fell asleep, കാരണം അനേക പിതാക്കന്മാരും ഉറങ്ങിക്കഴിഞ്ഞു, all things continue as they were from the beginning of the creation. ആമേൻ. ആ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഉണ്ടായിരുന്നതെല്ലാം അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. So they will create the doubt on the promise of God. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ സംശയ ദൃഷ്ടിയിൽ അവർ കൊണ്ടുവരികയാണ്. My dear brothers and sisters, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, each and every promise that we received from our Lord Jesus Christ, നമ്മുടെ കർത്താവായ യേശുവിൽ നിന്നും നമുക്ക് ലഭിച്ചതായ ഓരോ വാഗ്ദത്തങ്ങളും, everything is a and amen in Christ Jesus. ആമേൻ. ക്രിസ്തുവിൽ അവയെല്ലാം ഇപ്പോഴും ഊവെന്നും ഇല്ല എന്നും മാത്രമാണ്. He never speaks lie. ദൈവം ഒരിക്കലും അത് പോഷ്ക് പറയുന്നില്ല. He never changes his words. തന്റെ വചനത്തെ, തന്റെ സ്വഭാവത്തെ അവൻ മാറുന്നില്ല. The God who gave the promise, വാഗ്ദത്തം നൽകിയ ദൈവം, he will fulfill that promise. ആ വാഗ്ദത്തത്തെ നിവർത്തിക്കുകയും ചെയ്യും. So in these last days, ഈ അന്ത്യകാലത്ത് we have to be very careful to separate ourselves from all these kind of mockers. ഇങ്ങനെയുള്ളതായ പരിഹാസികളിൽ നിന്നും സ്വയം പിൻവാങ്ങി ജീവിക്കേണ്ടത്, വളരെ ശ്രദ്ധയോടുകൂടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. Every preacher who really preaches the godliness, ദൈവഭക്തിയെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന കുറച്ച് ദൈവദാസന്മാരുണ്ട്. they will always lead the people to Christ. അവർ ചെയ്യുന്നത്, അവർ ക്രിസ്തുവിങ്കലേക്ക് ജനത്തെ കൊണ്ടുചെല്ലുകയാണ് ചെയ്യുന്നത്. But these ungodly people, എന്നാൽ കുറച്ച് അഭക്തരായിട്ടുള്ള ആളുകളുണ്ട്, instead by using the name of God, അവരും ക്രിസ്തുവിന്റെ നാമം തന്നെയാണ് ഉപയോഗിക്കുന്നത്. but they won't show the direction to the people to Christ. എന്നാൽ അവരാരും ക്രിസ്തുവിങ്കലേക്കുള്ളൊരു ചൂണ്ടുപലകയായി വഴികാട്ടിയായിട്ടല്ല നിൽക്കുന്നത്. But they will try to draw people towards themselves. അവർ ചെയ്യുന്ന എന്താണെന്നറിയാമോ? അഭക്തരായ പ്രസംഗകര് തങ്ങളിലേക്ക് ജനത്തെ ആകർഷിക്കുകയാണ്. That is the reason in these last days, അതുകൊണ്ടാണ് ഈ അന്ത്യസമയത്ത് lot of believers have become the fans to the big ministries and the ministers. ഇവിടെ ഈ സിനിമാ നടന്മാർക്കൊക്കെ ഫാൻസ് അസോസിയേഷൻ ഉള്ളതുപോലെ പാസ്റ്റർമാർക്കും പ്രസംഗകർക്കും ഒക്കെ ഒരുപാട് ഫാൻസ് അസോസിയേഷനുകൾ ഉണ്ടായതിന്റെ ഒരു കാരണം അത് തന്നെയാണ്. They always go after some people. ഈ വ്യക്തികളിലേക്ക് ആകർഷിച്ച നിമിത്തമായിട്ട് വ്യക്തികളിലേക്ക് ആ ആളുകളെ കൊണ്ടുവരുന്നു. So in the midst of all these crises, ഈ എല്ലാ ക്രൈസിസിന്റെ നടുവിൽ the God who gave the information about the Enoch
in the heart of Jude to write it in the New Testament, and he says, now you have to do something. ഇവിടെ ഈ ഹാനോക്കിന്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്തതായ വെളിപ്പാടിനെ അത് വെളിപ്പെടുത്തി യൂദയ്ക്ക് കൊടുത്ത ദൈവം ഇപ്പോൾ പറയുന്നതായ ഒരു കാര്യം. And very important thing is written in Jude 17. യൂദയുടെ 17-ാം വാക്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. But beloved, remember ye the word which were spoken before of the apostle of our Lord Jesus Christ. ആമേൻ. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മുമ്പ് അവിടെ വെളിപ്പെടുത്തി കൊടുത്തതായ ആ അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്കുകളെ നിങ്ങൾ ഓർക്കണം, അത് മറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. So to escape from all these things, ഇതിൽ നിന്നെല്ലാം ഓടി രക്ഷപ്പെടാൻ, to find the difference between the godliness and ungodliness, അഭക്തി എന്താണ് ഭക്തി എന്താണെന്ന് അത് തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുവാൻ, to find the difference between the right and the wrong, ആ ശരിയേത് തെറ്റേതെന്നുള്ള ആ വ്യത്യാസം നമ്മൾ ഗ്രഹിക്കുവാൻ, to find the difference between the light and the darkness, വെളിച്ചം എന്താണ് ഇരുളെന്താണെന്ന് തിരിച്ചറിയുവാൻ, what will reveal the exact right thing to you. ആമേൻ. നിങ്ങൾക്ക് ശരിയായിട്ടുള്ള കാര്യം എന്താണെന്ന് ഗ്രഹിക്കേണ്ടതിന് The Jude is giving an instruction. അതിനുവേണ്ടി നമുക്കൊരു മാർഗനിർദ്ദേശം യൂദ നൽകുകയാണ്. താൻ പറയുന്നത് ഓർക്കുക, ആ വാക്കുകളെ ഓർക്കുക. What words? എന്ത് വാക്കുകളാണ്? It was spoken by the apostles. അപ്പോസ്തലന്മാർ മുൻകൂട്ടി പറഞ്ഞ വാക്കുകളെ നിങ്ങൾ ഓർക്കണമെന്ന് യൂദ പറയുന്നു. So the 12 apostles at the foundation doctrine were given to them. ഈ 12 അപ്പോസ്തലന്മാർക്കും ഉപദേശത്തിന്റെ ഒരു അടിസ്ഥാനം ദൈവം കൊടുത്തിരുന്നു. And moreover, the verse number 18 Jude says, 18ാമത്തെ വാക്യത്തിൽ യൂദ പറയുകയാണ്, how that they told you there should be a mockers in the last days. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ വരുമെന്ന് യൂദയ്ക്ക് വെളിപ്പെടുത്തു. We are living in the end of the time. നമ്മൾ ആയിരിക്കുന്ന കാലം ആ കാലത്തിന്റെ അന്ത്യമാണ്. The Bible says they walk after their own ungodly lust. ആ തങ്ങളുടെ സ്വന്തം മോഹങ്ങൾക്കനുസരിച്ച് നടക്കുന്നവരെന്നാണ് അവരെ കുറിച്ച് യൂദ പറഞ്ഞത്. So you have to be very careful. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. To escape from all these things, ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ we have to remember what God revealed to the early apostles. ആദിമകാലത്തെ അപ്പോസ്തലന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ആ കാര്യങ്ങളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. So the bottom line of the thing is, അതിന്റെ അർത്ഥം ഇതാണ്, if we are really walking with God, നാം ദൈവത്തോടൊപ്പമാണ് നടക്കുന്നതെങ്കിൽ you must accept the complete doctrine which was revealed to the apostles on the day of Pentecost. ആമേൻ. പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതായ ആ മുഴുവൻ ഉപദേശങ്ങളെയും നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. And moreover, one more scripture that Peter is also writing. പത്രോസ് എഴുതിയ വേറൊരു വാക്യം കൂടിയുണ്ട്. The Peter is one among those 12 apostles. നമുക്കറിയാം 12 പേരിൽ ഒരുവനായിരുന്നല്ലോ പത്രോസ്. So he is writing in his own epistle. തന്റെ സ്വന്തം ലേഖനത്തിൽ എഴുതുകയാണ്. In 2 Peter 3:2 he says, 2 പത്രോസ് 3:2 പത്രോസ് പറയുന്നു, that you may be mindful of words which were spoken before by the holy prophets and of the commandment of us the apostles of the Lord and the Savior. വിശുദ്ധ പ്രവാചകന്മാർ മുമ്പ് പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. So it is a time to remember and back to the doctrine of an apostles. നാം ഓർക്കുകയും അപ്പോസ്തലന്മാരുടെ ആ ഉപദേശങ്ങളെ മനസ്സിലാക്കി അതിലേക്ക് തിരികെ വരികയും ചെയ്യേണ്ട സമയമാണിത്. But in the place of Judas, God chosen the Paul to be the 12th apostle. ഈ യൂദയുടെ സ്ഥാനത്ത് ദൈവം തെരഞ്ഞെടുത്തത് അപ്പോസ്തലനായ പൗലൂസിനെ ആയിരുന്നു. The Judas was a betrayer and he deceived and he did lot of things. നമുക്കറിയാം യൂദ ഇസ്കരിയോത്താവ് യൂദ അവൻ ഒരു ഒറ്റുകൊടുപ്പുകാരൻ മാത്രമായിരുന്നില്ല, അവൻ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയ ഒരുവൻ കൂടിയായിരുന്നു. And once he was with God,
ഒരിക്കൽ അവൻ കർത്താവിനോട് കൂടെയായിരുന്നു. He also preached the gospel. അവനും സുവിശേഷം പ്രസംഗിച്ചവനാണ്. But he also cast out the devils and did lot of miracles. ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും മറ്റുള്ള അപ്പോസ്തലന്മാരോടൊപ്പം ചെയ്തവനുമാണ്. But in the end he just went away from God. എന്നാൽ അന്ത്യകാലത്ത് അവസാന സമയത്ത് അവൻ ക്രിസ്തുവിൽ നിന്നും അകന്നുപോയി. So in his place God has chosen to bring Paul. അവന്റെ സ്ഥാനം നിലനിർത്തുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു മാനപാത്രമാണ് പൗലോസ്. And Paul received the revelation. പൗലോസിന് വെളിപ്പാട് ലഭിച്ചു. And Paul is the only apostle who wrote lot of epistles in the Old Testament and in the New Testament. പുതിയ നിയമത്തിൽ ഒരുപാട് ലേഖനങ്ങൾ എഴുതുവാനും ദൈവം കരുണ ചെയ്ത ഒരു അപ്പോസ്തലനാണ് പൗലോസ്. So in his ministry, തന്റെ ശുശ്രൂഷയിൽ he is just acknowledging what he did for God. ക്രിസ്തുവിനായി അല്ലെങ്കിൽ യേശുവിനായി താൻ ചെയ്തതിനെ മാത്രം അവൻ ഓർക്കുകയാണ്. Let us all turn to the book of Acts chapter number 20. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. And from verse number 25 the Bible says, 25-ാമത്തെ വാക്യത്തിൽ വചനം പറയുന്നത്, and now behold I know that ye all among whom I have gone preaching the kingdom of God shall see my face no more. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ, ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ഇനി കാണുകയില്ല എന്ന് അപ്പോസ്തലനോട് ഓർപ്പിക്കുന്നു. And verse number 26 is very important. 26-ാം വാക്യം വളരെ പ്രാധാന്യമുള്ള ഒരു വാക്യമാണ്. Where I take you to record this day that I am pure from the blood of all men. ആമേൻ. 26-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. I am pure of the blood of all men. സകല മനുഷ്യരുടെയും രക്തത്തിൽ നിന്നും ഞാൻ ശുദ്ധനാണെന്നാണ് അതിന്റെ അർത്ഥം. And next verse says, അടുത്ത വാക്യം, I have not shunned to declare unto you all the counsel of God. അടുത്ത കാര്യം 27-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തിന്റെ ആലോചന ഞാൻ ഒട്ടും മറച്ചു വെക്കാതെ അത് മുഴുവനും നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. Not here a little, there a little. അവിടെ അല്പം ഇവിടെ അല്പം എന്ന നിലയിലല്ല, all the counsel of God. ദൈവത്തിന്റെ ആലോചന എന്തൊക്കെ ഉണ്ടായിരുന്നു അത് മുഴുവനും അപ്പോസ്തലൻ വെളിപ്പെടുത്തി കൊടുത്തു. So the true preacher, they will always preach the whole counsel of God. യഥാർത്ഥ പ്രസംഗകനാണെങ്കിൽ അവർ ദൈവത്തിന്റെ ആലോചന മറച്ചു വെക്കാതെ അത് മുഴുവൻ വെളിപ്പെടുത്തി നൽകി തരും. So if I try to hide things for my self's sake or for the fame or for the money, the blood of men is on me. നമ്മൾ പ്രസംഗകരെന്ന നിലയിൽ, ഉപദേശകരെന്ന നിലയിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനും നമ്മുടെ പ്രശസ്തിക്കും പെരുമയ്ക്കും വേണ്ടി എന്തെങ്കിലും നമ്മൾ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ആമേൻ, ദൈവം വെളിപ്പെടുത്തിയ ആലോചനയെ നിന്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മറച്ചു വെച്ചാൽ അത് ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. So what is the bloodshed? ആ കുറ്റം നമ്മുടെ മേൽ കടന്നു വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് രക്തച്ചൊരിച്ചിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? It is killing and murdering somebody. ആരെയെങ്കിലും കൊന്നിട്ട് അവരുടെ രക്തം ചൊരിയിക്കുന്നതാണ് രക്തച്ചൊരിച്ചിൽ. So God is giving a warning to the people of Israel through the prophet Isaiah. യെശയ്യാ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തൊരു കൽപ്പന. So nowadays these great preachers and the great people, they are hiding the truth and they are just trying and talking whatever they like. ഇന്നത്തെ പല പ്രസംഗകരും അല്ലെ ശുശ്രൂഷകന്മാരും അവർ സത്യം മറച്ചു വെച്ചിട്ട് വേറെ അതും ഇതും കാര്യങ്ങൾ പറയുന്ന ഒരു ക്രമത്തിലേക്ക് വന്നു. Because of that the bloodshed is on their head. അതുകൊണ്ട് തന്നെ സത്യം വെളിപ്പെടുത്താഞ്ഞതുകൊണ്ട് ഈ നശിച്ചു പോകുന്ന ഏവരുടെയും രക്തം, കുറ്റം ഈ പ്രസംഗകന്റെ മേലിരിക്കും. With having this kind of a great curse on them, but still they are praying and singing and shouting. ഇത്ര വലിയ ശാപം അവരുടെ മേൽ കിടന്നിട്ടും അവര് ഹല്ലേലൂയ പാടുക, അവര് വലിയ പ്രസംഗം പ്രസംഗിക്കുകയാണ്. Let us all turn to the book of Isaiah. നമുക്ക് യെശയ്യാ പ്രവചനത്തിലേക്ക് വരാം. The prophet Isaiah gave a wonderful picture here. ഇവിടെ പ്രവാചകനായ യെശയ്യാവ് നല്ലൊരു ഭാഗം നൽകിയിട്ടുണ്ട്. Chapter number 1, 1-ാം അധ്യായം from verse number 15. 15-ാം വാക്യം. And here the Bible says, വചനം ഇങ്ങനെ പറയുന്നു, and when he spread forth your hands, but I will hide my eyes from you. ഇവിടെ പറയുകയാണ്, നിങ്ങൾ
വളരെയധികം പിന്മാറുകയുള്ളൂ. നിങ്ങൾ വളരെ ധീനം പിടിച്ചിരിക്കുന്നവരോ. Everybody is lifting their hands. എല്ലാവരും നിങ്ങൾ ഇങ്ങനെ കൈ മലർത്തുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളഞ്ഞിരിക്കുക. എല്ലാവരും കൈ ഉയർത്തുക. God is hiding his eyes. He is not willing to see them. ഹല്ലേലൂയ. നമ്മളിങ്ങനെ കൈ ഉയർത്തുമ്പോൾ കർത്താവ് പറയുക, എനിക്കത് കാണണ്ട എന്ന് പറഞ്ഞ് 1:15 പറയുകയാണ്, ഞാൻ ആ കണ്ണ് മറച്ചു കളയുന്നു. And secondly, the Bible says, രണ്ടാമത്തെ ഭാഗം, when you make many prayer, നിങ്ങൾ വലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ I will not hear. ഞാൻ കേൾക്കത്തില്ല. First thing, I will not see you. ഒന്നാമത്തെ കാര്യം, ഞാൻ നിങ്ങളെ കാണത്തില്ല. Second, I will not hear you. ഞാൻ നിങ്ങളെ രണ്ടാമത് കേൾക്കത്തില്ല. And Bible says, വചനം പറയുന്നു, your hands are full of blood. കാരണം നിങ്ങളുടെ കൈകൾ രക്തക്കറ പുരണ്ടതാണ്. Why? എന്തുകൊണ്ട്? In what way God is trying to tell that? എങ്ങനെയാ ഇത് പറയുവാൻ ദൈവത്തിന് കഴിയുന്നത്? Is they try to kill somebody? നിങ്ങൾ ആരെങ്കിലും കൊന്നു കളഞ്ഞിട്ടുണ്ടോ? No, that is not there. അതല്ല, ആരെയും കൊന്നിട്ടില്ല. But with the spiritual understanding, what God trying to say that? എന്നാൽ ആത്മീക നിലയിൽ എന്താ ദൈവം നമ്മോട് പറയുവാൻ ഇഷ്ടപ്പെടുന്നത്? In the scripture number 16 he says, 16-ാം വാക്യത്തിൽ, wash you, make you clean. നിങ്ങളെ കഴുകി ശുദ്ധമാക്കുവിൻ. Put away the evil of your doing from before my eyes. Cease do evil. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ മുമ്പിൽ നിന്ന് നീക്കിക്കളയുവീൻ. And next scripture says, അടുത്ത വചനം, learn to do well. ആ നന്മ ചെയ്യുവാൻ പഠിപ്പിൻ. Seek judgment. നിങ്ങൾ ന്യായം അന്വേഷിക്കണം. Relieve the oppressed. പീഡിതരെ വിടുവിച്ചയക്കണം. Judge the fatherless. ആ പിതാവില്ലാത്തവർക്ക്, അനാഥർക്ക് നിങ്ങൾ ന്യായം നടത്തി കൊടുക്കണം. And plead for the widow. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിക്കണം. So in what God is trying to say here, ഇവിടെ എന്താ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്? do the things according to my will. എൻ്റെ ഹിതപ്രകാരം, എൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ കാര്യങ്ങളെ ചെയ്യണം. If you violate my will, എൻ്റെ ഹിതത്തെ, എൻ്റെ ഇഷ്ടത്തെ നിങ്ങൾ നിരാകരിച്ചാൽ, your hand is full of blood. ആ കൈകൾ നിറച്ചും രക്തമാണെന്നാണ് അവൻ പറയുന്നത്. So in these last days, ഈ അവസാന നിമിഷങ്ങളിൽ, it doesn't mean how big crowd he is getting. നിങ്ങൾക്ക് എത്ര വലിയ കിരീടം കിട്ടുമെന്നല്ല അവൻ It പറയുന്നത്. doesn't mean that how many television program he is giving. നിങ്ങൾക്ക് എത്ര വലിയ ടെലിവിഷൻ പ്രസംഗം ലഭിക്കുമെന്നല്ല കർത്താവ് പറയുന്നത്. If he is not speaking the whole counsel of God to the church of the living God, his hand is full of blood. The judgment is upon him. സഹോദരി സഹോദരന്മാരെ, ദൈവം നമുക്ക് വെളിപ്പെടുത്തി നൽകിയതായ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ മുഴുവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നില്ലെങ്കിൽ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു, നമ്മുടെ കരങ്ങളിൽ അശുദ്ധ കരങ്ങളല്ല, അവ തിന്മ നിറഞ്ഞ രക്തം പുരണ്ട കറകളാണ്. This is the time to preach the word of God as it is. ആമേൻ. ദൈവവചനം ആയിരിക്കുന്നത് പോലെ പ്രസംഗിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. This is the time to believe the word as it is. വചനം അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ട ഒരു സമയമാണിത്. This is the time to do the will of God as it is. വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവഹിതം എന്താണോ അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളേണ്ട സമയമാണ്. If you are a true bride of Jesus Christ, നിങ്ങൾ ക്രിസ്തുവിന്റെ യഥാർത്ഥ മണവാട്ടിയെങ്കിൽ, if you are walking with God, ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ, with one mind and one accord, ആമേൻ, ഏക മനസ്സും ഏക ഹൃദയവും ഉള്ളവരായിട്ടുള്ളവരെങ്കിൽ, accept the whole counsel of God. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ആ ആലോചനയെ മറപൊരുളില്ലാതെ Believe the whole counsel of God. ദൈവത്തിന്റെ ആലോചനയെ നീ വിശ്വസിക്കുക. Preach the whole counsel of God. ദൈവത്തിന്റെ ആലോചനയെ ഒട്ടും മാറ്റിവെക്കാതെ പ്രസംഗിക്കുക. Do the whole will of God. ദൈവഹിതം സമ്പൂർണ്ണമായും നടപ്പിലാക്കുക. For your selfishness, നിങ്ങളുടെ ആ സ്വന്തം സ്വയത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികളല്ല, for money, പണത്തിനായിട്ടോ, for fame, ആ പ്രശസ്തിക്കോ. if you hide the truth in preaching the word of God, ദൈവത്തിന്റെ വചനത്തെ നിന്റെ സ്വന്തം ഇഷ്ടത്തിനോ താല്പര്യത്തിനോ പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടി മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, your hand is full of blood. വചനം പറയുന്നു നിന്റെ കൈകളിൽ രക്തം പുരണ്ടിട്ടുണ്ട്. There is a judgment is going to come and fall upon your life. ദൈവവചനം മറച്ചു വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേൽ ന്യായവിധി കടന്നു വരും. Blessed be the name of the Lord. കർത്താവിന്റെ നാമം ഈ രാത്രിയും വാഴ്ത്തപ്പെടട്ടെ. So here the Paul is writing saying more things. ആമേൻ. പൗലോസ് കൂടുതൽ കാര്യങ്ങൾ നമ്മോട് പറയുകയാണ്. After my departure,
ഞാൻ പോയി കഴിഞ്ഞ് the grievous wolves will come and enter into the church. ആമേൻ. കൊടിയ ദുഷ്ടലാക്കോടെ വരുന്ന ചെന്നായ്ക്കൾ ദൈവസഭയുടെ അകത്തേക്ക് വരുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. And also moreover the Bible says, വീണ്ടും വചനം പറയുന്നു, also of yourself shall men rise. തങ്ങളുടെ സ്വന്തം ഇഷ്ടം നിവർത്തിക്കുന്ന മനുഷ്യർ സഭയുടെ അകത്ത് പൊങ്ങി വരും. No, there are some people will rise among yourself. നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ചില ആളുകൾ എഴുന്നേറ്റ് വരും. So the attacking the church, the enemy is not coming from outside. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ സഭയെ മുടിക്കാൻ വരുന്ന ശത്രു ഒരിക്കലും സഭയുടെ വെളിയിൽ നിന്നല്ല, സഭയുടെ അകത്തു നിന്ന് തന്നെയാണ്. Let me tell you something very clear. ഞാനത് വ്യക്തമാക്കി തരാം. The real enemy to the Christians are not outside the church, they are only inside the church. ക്രിസ്തീയ സഭയുടെ അല്ലെങ്കിൽ സഭയുടെ യഥാർത്ഥ ശത്രു, എതിരാളി സഭയുടെ വെളിയിൽ നിന്നല്ല. There are some threats sometimes we get. നമുക്ക് ചിലപ്പോൾ ചില ഭീഷണികളൊക്കെ വെളിയിൽ നിന്ന് വരാറുണ്ട്. But they are threatening not the true Christianity, they are threatening the Christian religion. അവരൊരിക്കലും യഥാർത്ഥ കർത്താവിൻ്റെ ആലയമായ സഭയെ ഭീഷണിപ്പെടുത്താൻ അവർക്കാവുകയില്ല. അവർ ഭീഷണിപ്പെടുത്തുന്നത് സഭ എന്ന മതത്തെയാണ്. But real enemies യഥാർത്ഥ ശത്രു ആരാണെന്നറിയാമോ? to the church of the living God, ജീവനുള്ള ദൈവത്തിന്റെ സഭയുടെ യഥാർത്ഥ ശത്രു, they are not Hindus, they are not other religious people, they are only inside the church. അവർ ഹിന്ദുക്കളല്ല, മറ്റേതെങ്കിലും ഒരു മത തീവ്രവാദികളല്ല. ആ യഥാർത്ഥ ദൈവസഭയുടെ ശത്രു അത് അകത്ത് തന്നെയാണ്. They are poor people, they are ignorant, God will forgive them. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വല്ല ഭീഷണിയൊക്കെ മുഴക്കുന്ന പുറത്തുള്ള ആളുകളുണ്ടല്ലോ, അവർ സാധുക്കളാ, അവർ അജ്ഞര, സത്യം അറിയാത്തത് കൊണ്ട് നമ്മളെ രണ്ട് ചീത്ത പറയുന്ന രണ്ട് പൊട്ടീര് പൊട്ടിക്കുന്നേ ഉള്ളൂ. By bringing some kind of a wrong ideas and doctrines, they are deceiving and destroying the church. They are not the enemies come from outside, they are from inside. എന്നാൽ തെറ്റായ ഉപദേശം ദൈവസഭയുടെ അകത്ത് കുത്തി നിറച്ചിട്ട് ക്രിസ്തുവിൽ നിന്ന് ജനത്തെ അകറ്റിക്കളയുന്നതായ ഉള്ളിലുള്ളവരാണ് അവരെക്കാളും വലിയ ഭീഷണിയും എതിരാളികളുമായിട്ട് സഭയുടെ അകത്ത്. So because of that, അത് നിമിത്തം the Peter and Jude, they are giving a warning. പത്രോസും യൂദയും നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. You must remember the doctrine what God gave it to the apostles. അപ്പോസ്തലന്മാർക്ക് ദൈവം നൽകിയതായ ഉപദേശത്തെ നിങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് അതുകൊണ്ടാണ് നമുക്ക് അവർ നിർദ്ദേശം നൽകിയത്. But in the Christian ministry, ക്രിസ്തീയ ശുശ്രൂഷയിൽ there are two dimensions are there. രണ്ട് തലങ്ങളാണ് ഉള്ളത്. One is the evangelical part, ഒന്ന് സുവിശേഷീകരണ ഭാഗമാണ്, and next one is teaching part. രണ്ടാമത്തേത് ഉപദേശിക്കുന്ന ഭാഗമാണ്. Nowadays all the churches, they are ready to involve in evangelism. സഭയുടെ അകത്ത് ഇന്ന് എല്ലാവർക്കും സുവിശേഷീകരണം നടത്താനൊക്കെ താല്പര്യമാണ്. But they are not ready to teach the apostles' doctrine. എന്നാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിക്കാൻ പലരും തയ്യാറാകുന്നില്ല. In all over India there are so many missionary movements are there. ഇന്ന് ഇന്ത്യയിൽ ആകമാനം ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ വലിയൊരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. And they always go to all different places of India, they evangelize and save the people. ഇപ്പോൾ ആളുകളെല്ലാം പല ഭാഗങ്ങളിൽ ചെന്ന് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കടന്നു ചെന്ന് അവർ സുവിശേഷം പ്രസംഗിക്കുന്നു, ജനത്തെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നു. But what is the missing part? എന്നാൽ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു ഭാഗമുണ്ട്. Not only preaching the gospel is important, ആമേൻ, ആ സുവിശേഷം പ്രസംഗിക്കുന്നത് മാത്രം പോരാ. but after they come to Christ, ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി വന്നിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ properly we must teach how to walk a correct life for Christ. ക്രിസ്തുവിൽ എങ്ങനെ നടക്കണമെന്ന് ഒരു പുതിയ വിശ്വാസിയെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടെ നമുക്ക് നമ്മുടെ ഇടയിലുണ്ട്. So we all know the Matthew chapter number 28, മത്തായി സുവിശേഷം 28-ാം അധ്യായം and verse number 19 and 20, 19-20 വാക്യങ്ങൾ. and the Bible says, വചനം പറയുന്നത്, go ye therefore and teach all nations, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് and baptize them in the name of the Father and of the Son and of the Holy Ghost. നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. And second verse is very important. അടുത്ത വാക്യം വളരെ പ്രത്യേകതയുള്ള വാക്യമാണ്. And after you baptize them, അവരെ സ്നാനപ്പെടുത്തിയ ശേഷം teach them
അവരെ ഉപദേശിക്കേണ്ടത്. Let me repeat that word. അവിടെ നമ്മൾ അത് അവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു പദമാണ്. കാരണം സ്നാനപ്പെടുത്തിയതിന് ശേഷം അവരെ ഉപദേശിച്ചു He already preached the gospel so that he came. അവരെ പ്രസംഗിച്ചത് കൊണ്ടാണല്ലോ അവര് ഇവിടേക്ക് വന്നത്. So after hearing the gospel, സുവിശേഷം കേട്ടതിന് ശേഷം he accepted Christ. ക്രിസ്തുവിനെ അവർ കൈക്കൊണ്ടു. He is saved. അവൻ രക്ഷിക്കപ്പെട്ടു. Now he is baptized. സ്നാനപ്പെട്ടു. But the next dimension is എന്നാൽ അടുത്ത ഭാഗം teaching is very important. അവരെ പഠിപ്പിക്കണം, അല്ലെ ഉപദേശിക്കണം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. And Bible says, വചനം പറയുന്നത് teach them, അവരെ ഉപദേശിപ്പീൻ, to absorb all things whatsoever I commanded to you. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് അവരെ ശിഷ്യരാക്കണം. Not here a little, there a little. അവിടെ ഇവിടെ ഇച്ചിരി പറഞ്ഞ് അവരെ പഠിപ്പിച്ചു വിടുകയല്ല. Teaching them to absorb all things. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. So please underline that verse in your Bible. നിങ്ങളുടെ വേദപുസ്തകത്തിൽ ആ ഭാഗം ഒന്ന് നിങ്ങൾ അടയാളപ്പെടുത്തിക്കേ. So nowadays they are not teaching all things. ഇന്ന് എല്ലാം പഠിപ്പിക്കുന്നുണ്ടോ? They are teaching only here and little, there a little. കുറച്ച് അവിടെ ഇവിടെ അല്പാൽപ്പം പഠിപ്പിക്കുന്നു. What is convenient to them? എല്ലാവർക്കും സൗകര്യപൂർവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചു വിടും. They are trying to customize the doctrine nowadays. ഇന്ന് ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ഒരു സാധാരണ കാര്യമാക്കി മാത്രം അവർ വിടുകയാണ്. We cannot customize the doctrine of Jesus Christ. പ്രിയരെ, നമുക്ക് എല്ലാം പോലെ, മറ്റുള്ള എല്ലാം പോലെ തന്നെ ക്രിസ്തുവിന്റെ സുവിശേഷത്തെയും നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്ത് സാധാരണ പോലെ നമുക്ക് ആക്കാൻ പറ്റുകയില്ല. So teaching them to absorb all things that he has commanded to us. ഇന്ന് കർത്താവ് പറയുകയാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. So this is the time we have to bring our Christian life into the foundation of the apostle, doctrines of an apostle. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന അടിസ്ഥാനത്തിലേക്ക് ഈ സുവിശേഷം കേൾക്കുന്ന ആളുകളെ കൊണ്ടുവരുവാനുള്ള വലിയ ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമാണ്. So the true church of the living God is standing on the right foundation. ഇപ്പോൾ ദൈവത്തിന്റെ യഥാർത്ഥ സഭ അത് നിൽക്കുന്നത് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ്. So we have to accept the whole counsel of God to walk like Enoch. നിങ്ങൾ ഹാനോക്കിനെ പോലെ ദൈവത്തിന്റെ കൂടെ, ദൈവത്തോട് കൂടെ നടക്കുവാൻ ദൈവസഭയ്ക്ക് ഈ കാലത്ത് കഴിയണം. Many times when some people they make some kind of a controversial statement, ഇന്ന് ഒരുപാട് വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ സംസാരിക്കാറുണ്ട്. Oh brother, what these apostles said is totally different what Jesus said. യേശു പഠിപ്പിച്ചതിനേക്കാൾ, യേശു പറഞ്ഞതിനേക്കാൾ വ്യത്യസ്തമായ കാര്യമാണല്ലോ അപ്പോസ്തലന്മാർ പറഞ്ഞത്. They never spoke anything different. അവരൊരിക്കലും കർത്താവ് പഠിപ്പിച്ചതും പറഞ്ഞതും അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതും വ്യത്യസ്തമായ കാര്യമല്ല. They spoke only the things what Jesus spoke to them. യേശു അവരോട് പറഞ്ഞതായ കാര്യങ്ങൾ മാത്രമാണ് അപ്പോസ്തലന്മാർ ജനത്തോട് സംസാരിച്ചിട്ടുള്ളത്. There is a beautiful scripture is there in the book of John chapter number 14. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വളരെ കൃത്യമായി പറഞ്ഞൊരു പദമുണ്ട്. And verse number 25 to 26 is very important. 25-26 വാക്യങ്ങൾ Jesus is telling to his disciples, തന്റെ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, these things have I spoken unto you being at present with you. അവിടെ 24-25 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു, 25 ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. The Bible says, I have spoken lot of things when I am present with you. ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചത്. So God is preparing these 12 apostles in the 3.5 years of ministry to preparing them to build the church of the living God.
യേശു 3.5 വർഷക്കാലം തൻ്റെ ശിഷ്യഗണത്തോടൊപ്പം ഇരുന്നത് എന്തിനു വേണ്ടിയാണ് ചോദിച്ചാൽ, ഇനി വരാൻ പോകുന്ന ഇവരുടെ ശുശ്രൂഷയിൽ ദൈവസഭയെ എങ്ങനെ കെട്ടിപ്പടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഇവർക്ക് കൊടുക്കുന്ന വലിയ നിർദ്ദേശങ്ങളാണ്. And many times Jesus had a private time with his disciples. തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പലപ്പോഴും സ്വകാര്യ സമയങ്ങൾ കർത്താവ് ചെലവഴിച്ചിട്ടുണ്ട്. But what all things that Jesus spoke to the apostles are not written in the Gospels. എങ്കിലും യേശുവും ശിഷ്യന്മാരും സ്വകാര്യമായിട്ട് ചെലവഴിച്ച സമയങ്ങളിൽ ചെലവഴിച്ച കാര്യങ്ങൾ എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല ഈ സുവിശേഷങ്ങളിൽ. But when you come to the epistles, എന്നാൽ സുവിശേഷങ്ങളിൽ കാണുന്നില്ലെങ്കിലും നിങ്ങൾ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ, and you can see all the things what Jesus spoke to them. അവരോട് സംസാരിച്ചതായ കാര്യങ്ങൾ അവർ ലേഖനത്തിലൂടെ നമ്മളോട് കാണിക്കുന്നു. How it has come? എങ്ങനെ അത് വന്നത്? The Bible says, വചനം പറയുന്നു, but there is a comforter will come to you. ഒരു ആശ്വാസപ്രദൻ, ഒരു കാര്യസ്ഥൻ വരും. The comforter, which is the Holy Ghost. പരിശുദ്ധാത്മാവെന്ന ഒരു കാര്യസ്ഥൻ വരും. My Father will send it in his name. ആമേൻ. എൻ്റെ പിതാവ് എൻ്റെ നാമത്തിൽ അവനെ അയച്ചു തരും. And he shall teach you all things. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അവൻ നിങ്ങളെ സകല സത്യത്തിലും അവൻ നിങ്ങളെ ഉപദേശിച്ചു തരും. The second part is very important. രണ്ടാമത്തെ ഭാഗം വളരെ പ്രാധാന്യമുള്ളതാണ്. And bring all things to your remembrance. നിങ്ങളുടെ ഓർമ്മയിലേക്ക് നിങ്ങളെ അവൻ ഓർമ്മിപ്പിച്ചു തരുമെന്നാണ് അവിടെ കർത്താവ് പറഞ്ഞത്. Holy Ghost not only can teach you, but it can remind you. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക മാത്രമല്ല പ്രിയരെ, പിന്നെ എന്തുകൂടെ ചെയ്യും? നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടെ അവൻ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നു. On the day of Pentecost, പെന്തക്കോസ്ത് ദിനത്തിൽ, when Peter stood up before the thousands of people, ദൈവത്തിന്റെ ദാസനായ പത്രോസ് ഈ ശിഷ്യന്മാരുടെ കൂടെ എഴുന്നേറ്റ് നിന്നപ്പോൾ, because the Holy Ghost was fallen upon him, അവരിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി കടന്നു വന്നു. when Peter opened the mouth, പത്രോസ് വാ തുറന്നപ്പോൾ, the great promise of the comforter of the Holy Ghost, ആമേൻ, പരിശുദ്ധാത്മാവെന്ന ആ കാര്യസ്ഥൻ എന്ന വലിയ വാഗ്ദത്തം was with Peter. പത്രോസിന്റെ കൂടെ നടന്ന്, The Holy Ghost is speaking to him. പത്രോസിന്റെ വായല്ല, പത്രോസിൽ കൂടെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ സംസാരിക്കുന്നു. It is reminding one by one. ആമേൻ. ആ വചനങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. And he preached the word of God. അങ്ങനെയാണ് പത്രോസ് വചനം പ്രസംഗിച്ചത്. That was not the ideology of Peter. പത്രോസിന്റെ ആശയമല്ല അവൻ പ്രസംഗിച്ചത്. It is the doctrine of our Lord Jesus Christ. പിന്നെ പത്രോസ് പ്രസംഗിച്ചത് യേശുവിന്റെ ഉപദേശമായിരുന്നു. Apostle Peter revealed Jesus Christ. അവിടെ പെന്തക്കോസ്ത് നാളിൽ പത്രോസ് വെളിപ്പെടുത്തിയത് ക്രിസ്തു യേശുവിനെ തന്നെയായിരുന്നു. Apostle John revealed the doctrine of Jesus Christ. യോഹന്നാൻ അവിടെ വെളിപ്പെടുത്തിയത് യേശുവിനെ തന്നെയായിരുന്നു. Apostle Paul revealed the doctrine of Jesus Christ. പൗലോസ് തന്റെ ജീവകാലത്ത് വെളിപ്പെടുത്തിയത് മനുഷ്യപുത്രനെയായിരുന്നു. To get out of the bloodshed. ആമേൻ. നിങ്ങൾ ഇന്ന് രാത്രിയിൽ രക്തച്ചൊരിച്ചിലിൽ നിന്നും വെളിയിൽ വരിക. Come out of all the wrong things. ഈ രാത്രിയിൽ നിങ്ങളുടെ മേൽ രക്തം വരാതെ വണ്ണം അതിൽ നിന്നും പുറത്തു വരിക. Come out of the Babylon. ആമേൻ. ആ ബാബിലോണിൽ നിന്ന് നിങ്ങൾ വെളിയിൽ വരിക. Come out of the wrong things. ആമേൻ. തെറ്റായ ദിശയിൽ നിന്ന് പുറത്തു വരിക. Come back to God. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. Come with the one opinion with God. ദൈവവുമായിട്ട് ഒറ്റ ആശയത്തിൽ വരിക. And come with the one acceptance with God. ദൈവത്തിൽ ഏക അംഗീകാരമായിട്ട് വരിക. Come to an agreement with the word of God. ദൈവവചനത്തിന്റെ ആ നിഷ്കളങ്കതയിലേക്ക് വരിക. This is not the time to play. ആമേൻ. ഇത് ഒരിക്കലും നമ്മൾ കളിക്കാനുള്ള ഒരു സ്ഥാനമല്ല. The time is very much limited. നമുക്ക് സമയം വളരെ പരിമിതമാണ്. If you are not baptized, ആമേൻ, നിങ്ങൾക്ക് സ്നാനപ്പെടുവാനും be baptized in the name of the Lord Jesus Christ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങളെ If you are സ്നാനപ്പെടുത്തുവാനും, not saved, നിങ്ങൾ അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ be saved in the name of Jesus. നിങ്ങൾ രക്ഷിക്കപ്പെടുക. If you are not filled with the Holy Ghost, നിങ്ങൾ ഇതുവരെ പരിശുദ്ധാത്മാവിന്റെ be നിറവ് filled with the Holy പ്രാപിച്ചിട്ടില്ലെങ്കിൽ Ghost. നിങ്ങൾ നിറവ് പ്രാപിക്കുക. If you are not sealed by the Holy Ghost,
നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. Be sealed by the Holy Ghost. പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണട്ടെ. If you are away from God, നീ ദൈവസഭയുടെ ഒരു അംഗമെങ്കിൽ come back to God. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. Reconcile with God. ആമേൻ. ദൈവത്തിങ്കിലേക്ക് കടന്നു വരിക. Whether you are a teacher, നിങ്ങൾ ഒരുപക്ഷേ ഒരു അധ്യാപകനാകാം, whether you are a pastor, ഒരു പാസ്റ്റർ ആകാം, whether you are evangelist, നിങ്ങൾ ഒരു സുവിശേഷകനാകാം. don't stay with a double mind. ആമേൻ. നിങ്ങൾ ഇരു മനസ്സുള്ള വ്യക്തിയാകരുത്. Tonight is the time to take the right decision. ഇന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുക്കേണ്ട വ്യക്തിയാണ്. Come out of all the wrong things. ആമേൻ. നിങ്ങൾ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. Come out of all the wrong things. ആമേൻ. തെറ്റായ കാര്യങ്ങളിൽ നിന്ന്, മാർഗത്തിൽ നിന്നും നിങ്ങൾ വരിക. And reconcile with God. ദൈവവുമായിട്ട് നിങ്ങൾ മല്ലുവെട്ടരുത്. Make a decision to walk like Enoch. ആ ഹാനോക്കിനെ പോലെ ദൈവത്തോടു കൂടെ ഞാൻ നടക്കും എന്നൊരു തീരുമാനം നീ കൈക്കൊള്ളുക. The climax is, അതിന്റെ ക്ലൈമാക്സ്, while walking with God, ആ ദൈവത്തോട് കൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ he was translated. അവൻ എടുത്തുകൊള്ളപ്പെട്ടു. Not he walked with God previously. നേരത്തെ അവൻ ദൈവത്തോട് കൂടെ നടന്നിരുന്നു എന്നല്ല. No, present. ഇപ്പോൾ While walking with God, ആമേൻ, നടന്നുകൊണ്ടിരിക്കുമ്പോൾ suddenly was disappeared. പെട്ടെന്ന് അവൻ അപ്രത്യക്ഷനാവുന്നു. God is not coming for the pastures. ആമേൻ. ദൈവം ഒരിക്കലും നമ്മുടെ പൂർവകാല അല്ലെ ഭൂതകാലത്തിൽ വന്നു എന്നല്ല. Our past testimony cannot help you. നമ്മുടെ കഴിഞ്ഞ കാല അനുഭവ സാക്ഷ്യങ്ങൾ ആരെയും രക്ഷിക്കത്തില്ല. What you preached, what you testified, how you walked on past years, that is not going to help you. ഇന്നലെ ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. The time when he comes, എന്നാൽ അവൻ വരുന്ന സമയത്ത് you must be walking with him. അവനോട് കൂടെ നീ നടക്കണം. For such kind of people, അങ്ങനെയുള്ള ആളുകൾക്ക് the Christ is coming. അവർക്കായിട്ടാണ് യേശു വരുന്നത്. Enoch is such a wonderful example. പ്രിയരെ, ഹാനോക്ക് എന്ന് പറയുന്ന ആ വ്യക്തിപ്രഭാവം എത്ര അത്ഭുതകരമായ ഒരു അനുഭവമാണ്. So this is the time for us ഈ കാലം എന്ന് പറയുന്നത് to take a right decision before God. ആമേൻ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്തേണ്ട ഒരു കാലമാണ്. So this is the time we have to take the right decision. ശരിയായ തീരുമാനം കൈക്കൊള്ളേണ്ട സമയമാണിത്. And we have to come back to God in this last hour. ഈ അവസാന നാളിൽ ദൈവത്തിങ്കിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരിക. And Jude is completing that chapter with three important things. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് ഈ യൂദയുടെ ലേഖനം കൈകാര്യം ചെയ്യുന്നത്. And before I get into that point, I would like to read a scripture from the book of Titus. തീത്തോസിന്റെ ലേഖനത്തിൽ നിന്നും ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. And chapter number 1, verse number 13 to 16. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. And this witness is true. Wherefore rebuke them sharply, that they may be sound in the faith, not giving heed to the Jewish fables and commandments of men, and turn from the truth. And to the pure all things are pure, but unto that defiled and unbelieving is nothing is pure, but even their mind is consciousness is defiled. They profess that they know God, but in works they deny him, being admonable, disobedience unto every good work reprobate. തീത്തോസ് 1-ന്റെ 13 to 16. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഈ സാക്ഷ്യം നേർ തന്നെ അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനും യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്കാം. ശുദ്ധിയുള്ളവർക്കെല്ലാം ശുദ്ധം തന്നെ, എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു. അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവർത്തികളാൽ അവനെ നിഷേധിക്കുന്നു.
അവർ നിന്ദ്യരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരുമാകുന്നു. In one of the translation it is written like this. ഒരു പരിഭാഷ ഇങ്ങനെയാണ് പറയുന്നത്, This kind of people, they are good for nothing. അവരെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്നാണ്. So the good for nothing can be translated in a very simple English. They are useless people. ഈ ഒന്നിനും കൊള്ളാത്തവരെ എന്താണ് പറയുന്നത്? കൊള്ളരുതാത്തവരെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. They cannot be used as a vessel in the God's hand. ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടാൻ കഴിയുന്ന ഒരു പാത്രമല്ലവർ. The reason behind it, അതിന്റെ കാരണം they are only speaking. അവര് പറയുന്നത് മാത്രമേ ഉള്ളൂ. But their works and deeds are totally controversial to what they speak and say. അവരുടെ വാക്കുകളും പ്രവൃത്തിയും രണ്ടാണ്. അതുകൊണ്ട് അവർക്കൊരിക്കലും ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ കഴിയുകയില്ല. So this is the time we have to set right all our deeds right before God. ദൈവത്തിന്റെ സന്നിധിയിൽ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് വിധേയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു സമയമാണിത്. And there are three important things about the life of Enoch. ഹാനോക്കിന്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. He walked with God. ഒന്ന്, അവൻ ദൈവത്തോട് കൂടെ നടന്നു. And secondly, he prophesied about the future. രണ്ടാമത്, ഹാനോക്ക് ഭാവിയെക്കുറിച്ച് പ്രവചിച്ചു. And the most important thing is, the third thing is, he was testified by God before he was taken up. എന്നാൽ മൂന്നാമത്തെ കാര്യം അതിപ്രധാനമായ കാര്യമാണ്. അവൻ എടുത്തുകൊള്ളപ്പെടും മുമ്പ് ദൈവത്താൽ സാക്ഷ്യം കൊണ്ടവനായി തീർന്നു. The Hebrews 11:5 says, എബ്രായ ലേഖനം 11:5 പറയുന്നു, by faith Enoch was translated. വിശ്വാസത്താൽ ഹാനോക്ക് എടുത്തുകൊണ്ടതിനാൽ that he should not see death. അവനെ കാണാതെയായി. And was not found because God was translated him. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതെയായി. And before his translation, അവൻ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പ് he had this testimony. അവനെ കുറിച്ചുള്ള സാക്ഷ്യം അവൻ പ്രാപിച്ചു. What is that testimony? എന്തായിരുന്നു സാക്ഷ്യം? It is not a testimony from any bishop or a church. ഏതെങ്കിലും സഭയുടെ മേലധ്യക്ഷന്മാരിൽ നിന്ന്, ഒരു ബിഷപ്പിൽ നിന്നാണോ അവന് സാക്ഷ്യം ലഭിച്ചത്? It is a testimony from God. ദൈവത്തിൽ നിന്നുമാണ് ഹാനോക്കിന് സാക്ഷ്യം ലഭിച്ചത്. The Bible says, വചനം പറയുന്നു, he pleased God. ദൈവത്തെ അവൻ പ്രസാദിപ്പിച്ചു. So if we are walking with God, നാം ദൈവത്തോട് കൂടെ നടക്കുന്നെങ്കിൽ we have to please him. നാം അവനെ പ്രസാദിപ്പിക്കണം. To please him, what we have to do? പ്രസാദിപ്പിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? We have to put all our self will die. നമ്മുടെ സ്വയം മരിക്കണം. We have to make sacrifices in our life. അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യണം. Let me give you one example. ഒരു ഉദാഹരണം ഞാൻ പറയാം. In one house there was a daughter. She was raised by good parents. ഒരു നല്ല മാതാപിതാക്കന്മാർക്ക് ജനിച്ചു വളർത്തപ്പെട്ട ഒരു മകൾ ഒരു വീട്ടിലുണ്ടായിരുന്നു. So when a point of time came and she was raised up very well by her parents. തൻ്റെ മാതാപിതാക്കന്മാരാൽ നന്നായിട്ട് അവൾ വളർത്തപ്പെട്ട ഒരു പെൺകുട്ടിയായി. When she became 15 years old, her mother she used to teach her how to cook food. 15 വയസ്സ് പ്രായമുണ്ടായപ്പോൾ ഈ പെൺകുട്ടിയെ അവളുടെ അമ്മ നല്ല ഭക്ഷണം പാകം ചെയ്യാൻ പഠിപ്പിച്ചു. Within 2 years she learned how to make cooking exactly like how the mother makes it. ഒരു 17 വയസ്സ് പ്രായമായപ്പോൾ ഏകദേശം 2 വർഷം കൊണ്ട് ഈ പെൺകുട്ടി അവളുടെ അമ്മ ഭക്ഷണം പാചകം ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുവാൻ അവൾ പഠിച്ചു. And the father always used to feel very happy. She is cooking exactly like the mother. തൻ്റെ അമ്മ ചെയ്യുന്നത് പോലെ തന്നെ മകള് നല്ല ഭക്ഷണം പാകം ചെയ്യുന്നത് കണ്ടപ്പോൾ അപ്പന് വളരെ ഇഷ്ടപ്പെട്ടു. And after some years, എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം, after she became very young lady, അവൾ ഒരു യുവതിയായപ്പോൾ, and she got married and went back to be with his husband. അവള് വിവാഹം കഴിഞ്ഞു അവളുടെ ഭർത്താവിനോടൊപ്പമായി തീർന്നു. They both settled somewhere. അവര് രണ്ടുപേരും മറ്റൊരു രാജ്യത്ത് അവള് സെറ്റിലായി. And they were living a very good happy life there. നല്ല ഒരു സന്തുഷ്ട ജീവിതമാണ് അവർ നയിച്ചത്. And one day the father went to see her daughter. ഒരിക്കൽ തൻ്റെ അപ്പൻ ഈ മകളെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിൽ ചെന്നു. So since father is coming, she was preparing
some delicious food, what father likes it. അപ്പൻ വരുന്നത് അറിഞ്ഞുകൊണ്ട് മകള് അപ്പന് ഇഷ്ടമുള്ള നല്ല ആഹാരം ഉണ്ടാക്കി. And she prepared and waiting. She was so excited the father is coming. ഈ അപ്പൻ വരുന്നത് നോക്കി ഈ മകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. When after he came, he took bath and he went to the table to eat the food. അപ്പൻ വന്നു, വീട്ടിൽ വന്നു, കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീൻമേശയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. And she said, "Daddy, I prepared one of the delicious foods. What do you like it?" മകൾ പറഞ്ഞു, അപ്പ ഞാൻ നല്ല ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. And he started eating. അപ്പൻ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. And immediately father said, പെട്ടെന്ന് അപ്പം പറയുകയാണ്, "There is lot of differences there in your preparation this. മോളെ നീ ഉണ്ടാക്കിയതിന് ഇച്ചിരി വ്യത്യാസമുണ്ടല്ലോ. This same dish you prepared when you are with us, that was totally different." നീ വീട്ടിലായിരുന്നപ്പോൾ പാചകം ചെയ്തതുപോലെ അല്ലല്ലോ ഇപ്പോൾ ചെയ്തത്. The taste, flavor, everything is different now. അതിന്റെ രുചി, അതിന്റെ മണം എല്ലാത്തിനും വ്യത്യാസമായി. So what is the mystery behind it? ഇതിന്റെ രഹസ്യം എന്താണ്? And she said, മകൾ പറയുകയാണ്, when after we got married and after I come here, ഞാൻ വിവാഹം കഴിച്ച് ഈ വീട്ടിൽ വന്നപ്പോൾ, when I prepared the same dish according to the way how my mother taught me, എൻ്റെ അമ്മ എന്നെ പാചകം ചെയ്യാൻ പഠിപ്പിച്ച അതേ രീതിയിൽ ഞാൻ ഇവിടെ വന്ന് ചെയ്തു കഴിഞ്ഞപ്പോൾ, but my husband doesn't like it. എൻ്റെ ഭർത്താവിന് അത് ഇഷ്ടമല്ല. So I made little bit of twist in that. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഒരു അല്പം വ്യത്യാസം വരുത്തിയെന്ന് പറഞ്ഞു. For his desire and likeness, I just throw how the mother taught me to do the things. ഈ മോൾ അപ്പനോട് പറയുകയാണ്, നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ ഇഷ്ടാനുസരണം ഞാൻ അങ്ങനെ ചെയ്തെങ്കിലും ഇവിടെ വന്നപ്പോൾ എൻ്റെ ഭർത്താവിന് ആ രുചി ഇഷ്ടമല്ലാഞ്ഞതുകൊണ്ട് എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ പഠിച്ചതായ ആ എല്ലാ പാഠങ്ങളും ഞാൻ അവിടെ ഉപേക്ഷിച്ച് കളയേണ്ടതായിട്ട് വന്നു. But even I also didn't like this recipe, but because of my husband, I am sacrificing my desire. എനിക്ക് പോലും ഈ പാചകത്തിൻ്റെ രീതി എനിക്ക് ഇഷ്ടമല്ല എങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം ആഗ്രഹത്തെ ഞാൻ ബലി കഴിച്ചു എന്ന് പറയുകയാണ്. Because she put herself to die to please her husband. തൻ്റെ ഭർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ആ സ്ത്രീ എന്താ ചെയ്തെന്നറിയാം? ആ പെൺകുട്ടി അവളുടെ സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അവൾ വലിച്ചെറിഞ്ഞു. So this is a very small example I am giving to you. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ചെറിയ ഉദാഹരണം മാത്രമാണിത്. The Paul is writing to the book of Corinthians, I espoused you as a chaste virgin to the Lord Jesus Christ. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്, നിങ്ങളെ ക്രിസ്തുവിൻ്റെ ആ കന്യകയായി, അത് വിവാഹം നിശ്ചയിക്കപ്പെട്ട ഒരു കന്യകയായി ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. So we have to please only him. അതുകൊണ്ട് ആ മണവാളനെ പ്രസാദിപ്പിക്കാൻ മാത്രമായിരിക്കണം നമ്മുടെ ഏക ലക്ഷ്യം. That's why Jesus said in his scripture, in the Gospels, സുവിശേഷത്തിൽ യേശു അതുകൊണ്ടാണ് പഠിപ്പിച്ചത്, you cannot serve two masters at a time. ഒരേ സമയത്ത് നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ കഴിയുകയില്ല. So what is the reason God spoke that scripture? ആ വചനം എന്തിനാ യേശു പഠിപ്പിച്ചത്? Many people, they misunderstood that scripture. ആ വചനത്തെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒത്തിരി പേരുണ്ട്. They will always say, if you all come to the full time ministry, you should not go for any secular job. അതിന് ആളുകൾ കൊടുത്ത വ്യാഖ്യാനം എന്താണെന്നറിയാമോ? പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് നിങ്ങൾ വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾ വേറൊരു തൊഴിലിലേക്കും പോകരുത്. That scripture is nothing to do with the ministry. ആമേൻ. ശുശ്രൂഷയുമായിട്ട് രണ്ട് യജമാനന്മാരെ നിങ്ങൾക്ക് ഒരുപോലെ സേവിപ്പാൻ കഴിയുകയില്ല എന്നുള്ളതിന് ശുശ്രൂഷയും ജീവിതവും ജോലിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. If you are really call for the full time ministry, unless God calls you, don't come for the full time ministry. നിങ്ങളെ ദൈവം പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് 100% വിളിച്ചെന്നുള്ള ഉറപ്പില്ലാതെ ഒരിക്കലും നിങ്ങൾ ആ മുഴുവൻ സമയവും സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് Without 100% divine God's calling, you cannot stand in the full time ministry. മറ്റൊരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾക്ക് ആ വിളി പൂർണ്ണമായിട്ടും ലഭിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കൽ പോലും ആ ദൈവവേലയിൽ നിങ്ങൾക്ക് 100% ആകാനും കഴിയുകയില്ല. Okay, that is not our subject. Let us come to the subject. നമ്മുടെ വിഷയം അതല്ലെങ്കിലും നമ്മൾ തിരിച്ചു വരികയാണ്. So why Jesus said you cannot serve two masters? രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ നിങ്ങൾക്ക് കഴിയുകയില്ലെന്ന് യേശു പഠിപ്പിച്ചത് എന്തുകൊണ്ട്? You cannot please two people. രണ്ട് പേരെ നിങ്ങൾക്ക് ഒരുപോലെ പഠിപ്പിക്കാൻ പറ്റുകയില്ല. So you cannot please two people. രണ്ട് പേരെ ഒരുപോലെ പ്രസാദിപ്പിക്കാൻ പറ്റുകയില്ല. In a company, if there are two bosses there,
ഒരു കമ്പനി 2 ബോസുമാരുണ്ടെന്നിരിക്കട്ടെ. Let me tell you all these children, if you have 2 class teacher for the same class, what will you do? ഞാൻ ഈ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് ഒരേ സമയത്ത് നിങ്ങൾ 10A പഠിക്കുന്നെങ്കിൽ 2 ക്ലാസ് ടീച്ചർ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ first class teacher says tomorrow we are going to have test. ആദ്യത്തെ ക്ലാസ് ടീച്ചർ പറയും നാളെ നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്. Another class teacher comes and says no test. വേറെ ക്ലാസ് ടീച്ചർ വന്നിട്ട് പറയും നാളെ ടെസ്റ്റ് ഇല്ല. You will be confused. നിങ്ങൾ ആകെപ്പാടെ അന്താളിച്ചു പോകും. Then finally you have to take this case to the headmaster and ask him, sir, you have to give a clear picture tomorrow whether I have test or not. ഇങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായി പോയാൽ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഈ വിഷയവുമായിട്ട് ഹെഡ് മാസ്റ്റർ അടുക്ക ചെന്നിട്ട് ചോദിക്കും, ഹെഡ് മാസ്റ്റർ സാറേ, നാളെ ഞങ്ങൾക്ക് പരീക്ഷ ഉണ്ടോ ഇല്ലയോ ഇപ്പൊ ഞങ്ങൾക്ക് അറിയണം. Why this confusion is coming? ഇവർക്ക് ഈ കൺഫ്യൂഷൻ വന്ന കാര്യം എന്താ? Because 2 teachers. കാരണം 2 ടീച്ചേഴ്സ് ഉണ്ട്. Your church cannot have 2 pastors. ഒരേ സമയത്ത് ഒരു സഭയിൽ 2 പാസ്റ്റർമാരുണ്ടെങ്കിലോ? Your family cannot have 2 husbands. ഒരു കുടുംബത്തിൽ 2 ഭർത്താവ് ഉണ്ടെങ്കിലോ? If there is anything is more than one, there is always a problem. ഒന്നിലധികം എപ്പോൾ ഉണ്ടായാലും അവിടെ പ്രശ്നമാണ്. In the leadership, നേതൃത്വത്തിൽ. if the leadership is there, there should be only one. ആമേൻ. ഒരു നേതൃത്വം ഉണ്ടായാൽ ഒറ്റ നേതൃത്വമേ ഉണ്ടാകാവൂ. But you cannot serve the 2 masters. കാരണം നിങ്ങൾക്ക് 2 യജമാനന്മാരെ ഒരുപോലെ സേവിപ്പാൻ കഴിയുകയില്ല. So if you are handled by 2 masters, നിങ്ങൾ 2 പേരെ ഒരുപോലെ കൈകാര്യം ചെയ്യുന്നെങ്കിൽ you will be in confusion till the end. തീർച്ചയായിട്ടും നിങ്ങൾ കുഴയും. One master will pull you in the left hand side and another master will pull you in the right hand side. ഒരു യജമാനൻ നിങ്ങളെ ഇടത്തോട്ട് വലിച്ചുകൊണ്ടിരിക്കും, മറ്റേ യജമാനൻ നിങ്ങളെ വലത്തോട്ട് വലിച്ചുകൊണ്ടിരിക്കും. Let me give you one example. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം. If one brother stands this side and another brother stands this side, ഒരു സഹോദരൻ ഇടതുവശത്തും വേറൊരു സഹോദരൻ വലതുവശത്തും നിൽക്കുന്നു എന്ന് കരുതുക. if they both are holding my hands in both directions, 2 പേരും എൻ്റെ ഈ കൈകളെ 2 വശത്തേക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ, this brother says come this side, ആ സഹോദരൻ പറയും അങ്ങോട്ട് വാ. this brother says come this side. ഈ സഹോദരൻ പറയും ഇങ്ങോട്ട് വാ. What will happen, you know? നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? After half an hour or 1 hour, still I'll be in the same place. ആമേൻ. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും. Because I have 2 forces against me. കാരണം എന്നെ വലിക്കുന്നത് 2 ശക്തികളാണ്. So what is the 2 masters are ruling? നമ്മെ ഭരിക്കുന്ന 2 യജമാനന്മാർ ആരാണ്? The master number 1 is God. ഒന്നാമത്തെ യജമാനൻ ദൈവം തന്നെ. And the master number 2 is you only. രണ്ടാമത്തെ യജമാനൻ നീ തന്നെയാണ്. My self will, my desire, I like it. It is my likeness. ഞാൻ, എൻ്റേത്, എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം, എൻ്റെ തീരുമാനം, അഹം, ആ ഞാൻ എന്ന ഭാവം. As long as I dominates in your life, you cannot please God. ഞാൻ എന്ന എൻ്റേതെന്നുള്ള ആ ഭാവം എന്നെ ഭരിക്കുന്നിടത്തോളം നമുക്കൊരിക്കലും നമ്മുടെ യഥാർത്ഥ യജമാനനെ സേവിക്കുവാൻ കഴിയുകയില്ല. So many people, instead of throwing this I master out, they are throwing God out. ഈ അതിന് പകരം ആളുകൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഏതൊക്കെയാലും എന്നെ കളയാൻ എനിക്ക് ഒക്കത്തില്ല, പിന്നെ കളയാൻ എളുപ്പം ഏതാണെന്നറിയാമോ? ദൈവത്തെ കളഞ്ഞേക്കാം. അതിന് എന്നെ കളയുന്നതിന് പകരം പലരും ചെയ്യുന്നത് ദൈവത്തെ അങ്ങ് കളഞ്ഞേക്കും. So the Bible is talking very clear. വചനം വളരെ വ്യക്തമാക്കുന്നുണ്ട്. To please God, we have to take our all selfishness out of our life. നമ്മുടെ സ്വാർത്ഥ മനോഭാവം, സ്വാർത്ഥ ചിന്താഗതി, അതെല്ലാം നമ്മിൽ നിന്നും ഞാൻ എന്ന ആ ഭാവം നമ്മിൽ നിന്ന് എടുത്ത് കളയാത്തിടത്തോളം കാലം. Since many people are having the selfishness as their master in their life, they are not able to please God in a full measure. പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്വയം നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നത് കൊണ്ട്, സ്വയം നമ്മിൽ വാഴുന്നത് കൊണ്ട് പലർക്കും ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി കഴിയുന്നില്ല. For the true sonship, Jesus Christ was the greatest example and he was the masterpiece. എന്നാൽ യഥാർത്ഥ ആ പുത്രത്വം എന്ന് പറയുന്നത് അതിന് ഏറ്റവും നല്ല മകുടോദാഹരണം
യേശു തന്നെയാണ്. The Bible says he is not only a son of God, but at the same time he was son of man. ആമേൻ. അവൻ ദൈവത്തിന്റെ ദൈവം തന്നെ ആയിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവത്തിന്റെ പുത്രനായിട്ടും മാറി എന്ന് വചനം വെളിപ്പെടുത്തുന്നു. But as a son of man, he put himself to the perfect will of the Father. He took all his self will out of his life. ദൈവപുത്രനായിരിക്കുമ്പോൾ ഒരിക്കൽ പോലും പിതാവിനോട് അവൻ വിധേയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ മനുഷ്യപുത്രനായി ദൈവത്തിന് സകലത്തിലും തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്ത അനുസരണമുള്ള ഒരു മകനായിട്ടാണ് യേശു മാറിയത്. Before he goes to the cross, he was praying. പ്രിയരെ, നമുക്കറിയാം ക്രൂശിലേക്ക് യേശു പോകുന്നതിന് മുമ്പ് അവൻ പ്രാർത്ഥിച്ചു. Lord, if thy will, take this cup away from me. എന്താ പ്രാർത്ഥിച്ചത്? എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കണമേ എന്നവൻ പ്രാർത്ഥിച്ചു. Not by my will, but by your will. ഈ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചപ്പോഴും അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണെന്നറിയാമോ? എന്റെ ഇഷ്ടമല്ല കർത്താവേ, പിതാവേ, അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറണം. But Jesus accepted the will of the Father as the Son of Man. ആമേൻ. യേശു പിതാവിന്റെ ഇഷ്ടം അംഗീകരിച്ചത് ഒരു മനുഷ്യപുത്രൻ എന്ന നിലയിലായിരുന്നു. So we are also the sons and daughters of God. ഞാനും നിങ്ങളുമെല്ലാം യേശുവിനെ പോലെ ദൈവത്തിന്റെ പുത്രി പുത്രന്മാരാണ്. We are the children of God. നാം ദൈവത്തിന്റെ മക്കളാണ്. We are the church of the living God. നാം ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. We must take all our self will out of our life. ആമേൻ. യേശു തന്റെ എല്ലാ സ്വയവും അവൻ മാറ്റിക്കളഞ്ഞതുപോലെ നാം നമ്മുടെ സ്വയത്തെ മാറ്റിക്കളയണം. Surrendering ourselves to the whole counsel of God. എന്നിട്ട് ദൈവത്തിന്റെ ആലോചനയെ മുഴുവൻ മറച്ചു വെക്കാതെ വെളിപ്പെടുത്തണം. Then only we can walk with God in these last days. ഈ അന്ത്യനാളിൽ കർത്താവിനോട് കൂടെ നടക്കണമെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ടത് നമ്മുടെ സ്വയത്തെ കൊന്നുകളക. And Paul is writing in 2 Timothy 4, he says, 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, in the last days, അന്ത്യകാലത്ത് people they won't hear the sound doctrines. ആമേൻ. അവർക്ക് പത്യോപദേശം കേൾക്കേണ്ട ആവശ്യമില്ല. They heap themselves with the itching ears and they go after with the wrong teachings and preachings. കർണരസമാകുമാറുള്ള ആ കെട്ടുകഥകളെ കിഴവി കഥകളെ കേൾക്കാൻ ജനം ഇഷ്ടപ്പെടുന്ന ഒരു കാലമായി മാറുന്നു. We are living in that last days. നമ്മൾ ആയിരിക്കുന്നത് അന്ത്യനാളിലാണ്. So the time before the return of Christ is very much limited. സഹോദരി സഹോദരന്മാരെ, ക്രിസ്തു യേശുവിന്റെ മടങ്ങി വരവിന്റെ സമയം വളരെ ചുരുക്കമായിരിക്കുന്നു. We are come to the end of the end time. നാം ഇപ്പോൾ നിൽക്കുന്ന കാലത്തിന്റെ അന്ത്യനാഴികയുടെ അന്ത്യസമയത്താണ്. This is the time for us to take a right decision. ഇപ്പോഴാണ് നമ്മൾ ഒരു ശരിയായ തീരുമാനം കൈക്കൊള്ളേണ്ടത്. We have to reconcile with God. ദൈവവുമായിട്ട് നിരക്കേണ്ട സമയം. We must become one mind with God. ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ഏക മനസ്സുള്ളവരാകേണ്ട കാലം. And we have to walk with God correctly in our day-to-day life. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ ദൈവവുമായിട്ട് നിരന്നുകൊണ്ട് നടക്കേണ്ട ജീവിതകാലം. Many people they think, പലരും ചിന്തിക്കുന്നത്, brother, to walking with God is a very difficult thing if we involve ourselves in a day-to-day regular life. ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പലരുമായിട്ട് ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട് വരും. പക്ഷെ അവിടെയൊക്കെ ജീവിക്കുമ്പോൾ ദൈവത്തോടു കൂടെ നടക്കുക ഇച്ചിരി വിഷമം പിടിച്ച കാര്യമാണ്. We must go to somewhere in a mountain and sit in a calm place. ആളുകൾ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും മലയിൽ പോയി, ഹിമാലയത്തിൽ പോയി ഇരുന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. But Enoch was not like that. എന്നാൽ ഹാനോക്കിനെ നോക്കിക്കേ, ഹാനോക്ക് ഒരിടത്തും പോയിട്ടല്ല ദൈവത്തോടു കൂടെ നടന്നത്. He begat the sons and daughters at the same time. He was walking with God as a good family man. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ തന്നെ അവൻ പുത്രന്മാരെ ജനിപ്പിച്ചു. Noah walked with God, but he was a family man. ആമേൻ. ആ നോഹ അവൻ ഒരു കുടുംബസ്ഥനായിരുന്നു, അവൻ ദൈവത്തോട് കൂടെ നടന്നവനാണ്. Abraham walked with God, but he was a family man. അബ്രഹാം ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യനാണ്, പക്ഷെങ്കിൽ അവൻ ഒരു കുടുംബസ്ഥനായിരുന്നു. Enoch walked with God, he was a family man. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നവനാണ്, അവനും ഒരു കുടുംബസ്ഥനായിരുന്നു. Seth was walking with God, he was a family man.
സേത്ത് അവൻ ഒരു കുടുംബസ്ഥനായിരുന്നു, എന്നാൽ അവൻ ദൈവത്തോടു കൂടെ നടന്നു. Moses was a family man, he walked with God. മോശ ഒരു കുടുംബസ്ഥനായിരുന്നു, അവൻ ദൈവത്തോടു കൂടെ നടന്നവനാണ്. All the great people in the Old Testament, they were all having the problems and difficulties and the families and responsibilities and the commitments, but at the same time they committed themselves totally to the will of God in their life. നമുക്കറിയാം ദൈവത്തിന്റെ കൂടെ നടന്നതായ പഴയ നിയമ ഭക്തന്മാരെല്ലാവരും തന്നെ ജീവിതത്തിൽ അവർ ഒരുപാട് വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിട്ട് ജീവിതത്തിൽ കടന്നു വന്നവരാണ്. പക്ഷേ അത് കണ്ടവർ പതറിപ്പോവുകയല്ല ചെയ്തത്, അവരതിന്റെ നടുവിലും ദൈവത്തോടു കൂടെ നടക്കുവാൻ തീരുമാനം കൈക്കൊണ്ടവരാണ്. To walking with God is the most important thing. Today you must bury yourself. ദൈവത്തോടു കൂടെ ഇന്ന് നടക്കണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെയും ഒടുക്കത്തെയും കാര്യം നിങ്ങളെന്ന് പറയുന്ന നിങ്ങളുടെ സ്വയത്തെ കുഴിച്ചിടുക എന്നതാണ്. When he had an encounter with God on the way to Damascus, ദമസ്കോസിലേക്ക് പട്ടണത്തിലേക്കുള്ള ആ പ്രവേശന കവാടത്തിങ്കൽ യേശുവിനെ കണ്ട ശൗല്, and what he said, അവൻ പറഞ്ഞത് എന്താണ്? Lord, what I have to do? ആ ശൗല് കിടന്ന് പറയുകയാണ്, കർത്താവേ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും You must tell me what I have to do. ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് നീ എന്നോട് പറയണമെന്ന് അവൻ പറഞ്ഞത്. And God said, കർത്താവ് പറയുകയാണ്, I will tell you what you are supposed to do. നീ ചെയ്യേണ്ടത് ഞാൻ നിന്നോട് അറിയിച്ചു തരും. But the first thing, ആദ്യത്തെ കാര്യം, first you go to the city and stay there. നീ ആദ്യം ചെന്നിട്ട് പട്ടണത്തിൽ പ്രവേശിച്ച് അവിടെ താമസിക്കുക. There is a man of God, Ananias, will come and meet you. അവിടെ അനന്യാസ് എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ നിന്നെ എതിരിടും. So the beginning of the life of Paul started with the will of God. ആദ്യം തന്നെ ശൗല് പൗലോസ് ആകുന്നതിന് മുമ്പ് ദൈവഹിതത്തിന് വേണ്ടി അവൻ സമർപ്പിക്കപ്പെട്ടു. Till the time he had an encounter with God, he was very proud, and I know I am a very great man in the Judaism. I am a great man. ഈ യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് പൗലൂസിന്റെ ധാരണ അവൻ ഏതാണ്ടും വലിയൊരു വ്യക്തിയാണ്, അവൻ വലിയൊരാളാണെന്നുള്ള ചിന്തയായിരുന്നവൻ, യഹൂദ പ്രമാണിയാണെന്നുള്ള നിലയിലാണ് അവൻ ജീവിച്ചിരുന്നത്. But when he had an encounter with God, എന്നാൽ ദൈവവുമായിട്ടൊരു മുഖാമുഖം അവൻ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ, the very first thing what Paul did, he buried himself under the ground. പൗലൂസ് ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? അവനെ തന്നെ, അവന്റെ സ്വയത്തെ അവൻ കുഴിച്ചിട്ടു. Because God took his eyesight. കാരണം അവന്റെ കണ്ണിന്റെ കാഴ്ച ദൈവം എടുത്തു കളഞ്ഞു. Till the time he was seeing. അതുവരെ എല്ലാം കണ്ടു നടന്ന ശൗല്, Now he is just doing like this, where he doesn't know where to move. അവൻ ഇപ്പോൾ തപ്പി നടക്കുക, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. And that is the point. God put him a strong chain and he surrendered completely in the hand of God. അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട സമയത്താണ് അവന് മനസ്സിലായത് അവൻ ഒന്നുമല്ല എന്ന്. അവിടെയാണ് അവൻ ദൈവത്തിന്റെ ഹിതത്തിനായി സമ്പൂർണമായും തീരുമാനം കൈക്കൊണ്ടത്. And sometimes when God takes rough turns in our life, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരുപരുത്ത ജീവിത സാഹചര്യത്തിലൂടെ നമ്മെ അയച്ചേക്കാം. I just want to tell you one example what I read in the biography of one great man of God. ഒരു ദൈവദാസന്റെ ജീവിതത്തിന്റെ ആ ജീവചരിത്രത്തിൽ വായിച്ചൊരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. You all might have known about Brother Branham. He was a wonderful preacher and God used him greatly. ഈ Brother Branham. ബ്രണ്ണാമിനെ എന്ന് പറയുന്ന സഹോദരനെ അല്ലെങ്കിൽ ആ മനുഷ്യനെ, ദൈവ മനുഷ്യൻ നിങ്ങൾക്കറിയാം. But lot of wrong things are going out of his name. That don't listen to that. ആ ബ്രൺഹാം എന്ന് പറയുന്ന ആ ദൈവദാസന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ ഭാഗം നമ്മൾ നോക്കണ്ട. But he was a Baptist preacher. അദ്ദേഹം ബ്രൺഹാം എന്ന് പറയുന്നത് ഒരു ബാപ്റ്റിസ്റ്റ് പ്രസംഗകനായിരുന്നു. And God revealed the revelation about the Acts 2:38 baptism. ഈ മനുഷ്യന് ദൈവം ബാപ്റ്റിസ്റ്റ് പ്രസംഗകനെ അപ്പോസ്തലപ്രവൃത്തി 2:38 വെളിപ്പെടുത്തി കൊടുത്തു. And he was ordained by a Baptist priest called Roy Davis. റോയൽ ഡേവിസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനാലാണ് ഇദ്ദേഹം നിയമിതനായത്. And after that he became an evangelist in that same church. അതിനുശേഷം ബ്രൺഹാം അതേ സഭയിൽ ഒരു സുവിശേഷകനായി. And later times God gave the revelation about the word. പിന്നീട് ബ്രൺഹാമിന് ദൈവം
ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് നൽകി. One day while he was reading the Bible, God opened his eye to understand what is the right baptism. യഥാർത്ഥ സ്നാനം ഏതാണെന്നുള്ള കാര്യം ഒരിക്കൽ താൻ വചനം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. And next morning he went to his pastor Roy Davis. അടുത്ത ദിവസം തന്നെ പാസ്റ്റർ റോയ് ഡേവിസിന്റെ അടുക്കൽ ചെന്നിട്ട് തന്നോട് പറഞ്ഞു and said, Pastor, when I read the Bible, God revealed something to me. ഞാൻ വചനം വായിച്ചപ്പോൾ ദൈവം എനിക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. And pastor said, what is that? പാസ്റ്റർ ചോദിച്ചു, എന്താ നിനക്ക് വെളിപ്പെടുത്തിയത്? I have to be baptized right according to Acts 2:38. പ്രവൃത്തികൾ 2:38 പ്രകാരം ഞാൻ സ്നാനപ്പെടണം. Can you help me? എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചു. And first he said, I am a Baptist preacher, I can't do that. പാസ്റ്റർ റോയ് ഡേവിസ് പറഞ്ഞ എന്താണെന്നറിയാമോ, ഞാനൊരു ബാപ്റ്റിസ്റ്റ് പ്രസംഗകനാണ്, എനിക്ക് പറ്റുകയില്ല. But after 15-20 minutes, എന്നാൽ ഒരു 15-20 മിനിറ്റിന് ശേഷം and he said, okay, if you are willing to be baptized according to Acts 2:38, I am ready to baptize you. ഈ ഒരു 20 മിനിറ്റിന് ശേഷം ഈ ദൈവദാസൻ പറയുകയാണ്, നിനക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. Because John Calvin, who started the Baptist church, കാരണം ജോൺ കാൽവിൻ എന്ന് പറഞ്ഞ ദൈവദാസനാണ് ബാപ്റ്റിസ്റ്റ് സഭ ആരംഭിച്ചത്. They believe in the immersion baptism but not in Jesus' name. അവര് മുങ്ങൽ സ്നാനത്തിലാണ് വിശ്വസിച്ചിരുന്നതെങ്കിലും യേശുവിന്റെ നാമത്തിലുള്ള സ്നാനമല്ല അവര് ചിന്തിച്ചിരുന്നത്. But on that day, Brother Branham was baptized by a Baptist to preach Roy Davis in the name of the Lord Jesus Christ. എന്നാൽ ആ ദിവസം ബ്രൻഹാം എന്ന് പറയുന്ന ഈ ദൈവദാസൻ റോയ് ഡേവിസ് എന്ന് പറയുന്ന ബാപ്റ്റിസ്റ്റ് പ്രസംഗകനാൽ അപ്പോസ്തലപ്രവൃത്തി 2:38 പ്രകാരം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. But he doesn't know anything about who are all the people preaching this same baptism. ഈ വചനം പ്രസംഗിക്കുന്നത് ആരാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ബ്രൻഹാമിന് യാതൊരു എത്തും പിടിയുമില്ല. One day he went for a fishing. ഒരു ദിവസം താൻ ഇങ്ങനെ പ്രസംഗിക്കാൻ പോവുകയാണ്. And after fishing for a couple of days, he was returning back. അദ്ദേഹം തിരിച്ച് മീൻപിടുത്തം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. And while he was returning, he saw a big tent meeting was going on. ഈ ബ്രൻഹാം തിരിച്ചു വരുമ്പോൾ ഒരു വലിയ ഗോസ്പൽ ക്യാമ്പയിൻ നടക്കുന്ന ഒരു വലിയ ടെന്റ് കണ്ടു. And he was pulled by some kind of a feeling to stop to go and see what's happening there. അവിടെ നടക്കുന്ന ഈ കൂടാരത്തിനകത്ത് എന്താ നടക്കുന്നതെന്ന് കാണാൻ വേണ്ടി തനിക്കൊരു ആഗ്രഹം ഉണ്ടായി. And when he went there, all the apostolic and Pentecostal people, they were praising and worshiping God in the Holy Ghost. അവിടെ അപ്പോസ്തോലിക ശുശ്രൂഷയും പെന്തക്കോസ്ത് പ്രസംഗവും നടക്കുന്ന ആ വലിയ കാഴ്ചയാണ് തനിക്ക് കാണാൻ പറ്റിയത്. Since he is being a Baptist preacher, these things are totally new to him. ആമേൻ. ഒരു ബാപ്റ്റിസ്റ്റുകാരൻ എന്ന നിലയിൽ പെന്തക്കോസ്തിന്റെ ആ ശുശ്രൂഷയും അനുഭവങ്ങളും തനിക്ക് അന്യമായിരുന്നു. And he was so curious and sitting and watching what's going on. ബ്രൻഹാം അവിടെ ചെന്നിട്ട് ഇതിങ്ങനെ നോക്കുക, എന്താ ഇവിടെ നടക്കുന്നത്. And that time he was praying. അന്ന് താൻ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. That night he didn't return back to his home. അന്ന് താൻ തന്റെ വീട്ടിലോട്ട് തിരിച്ചു പോയില്ല. He stayed in the same field. ആ സ്ഥലത്ത് തന്നെ, ആ ടെന്റിൽ തന്നെ താൻ താമസിച്ചു. He slept in the car. അവിടെ വേറൊരു സ്ഥലത്ത് താൻ താമസിച്ചു. In the morning he went to some public tap and washed himself and went back to the same meeting. അതിനുശേഷം ഒരു പൊതു ടാപ്പിൽ നിന്നും താൻ മുഖമൊക്കെ കഴുകി അവിടെ വൃത്തിയായതിനു ശേഷം താൻ തിരിച്ച് ടെന്റിൽ ചെന്നു. And somebody gave him an information to the man who conducting the meeting. There is an evangelist Branham is here in the meeting. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ അവിടെ നടക്കുന്ന പ്രസംഗകന് ഒരു അറിയിപ്പ് കൊടുത്തു, സുവിശേഷകൻ ബ്രൻഹാം ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്. He was a Baptist preacher. അദ്ദേഹം ഒരു ബാപ്റ്റിസ്റ്റ് പ്രസംഗകനാണ്. So the man who was conducting the meeting come to the stage. ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവദാസൻ പറഞ്ഞു, സ്റ്റേജിലേക്ക് വരിക. In that Pentecostal believers meeting, they gave few minutes to Brother Branham to say some words. പെന്തക്കോസ്ത് മീറ്റിംഗിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുവാൻ ഇദ്ദേഹത്തിന് ബ്രൻഹാമിന് അനുവാദം കിട്ടി. And he said certain words and went back home. താൻ അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും തിരിച്ച് തന്റെ സ്ഥാനത്ത് പോയിരുന്നു. And while he was returning back to his home, തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയപ്പോൾ, and the wife saw that he was coming, തന്റെ ഭാര്യ ബ്രൻഹാം വരുന്നത് ഇങ്ങനെ കാണുകയാണ്. She went out to receive him.
തന്നെ സ്വീകരിക്കാൻ വേണ്ടി ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ Brother Branham's face was full of joy and happiness. തന്റെ മുഖം മുഴുവനും സന്തോഷം കൊണ്ട് പ്രകാശിച്ചത് തന്റെ ഭാര്യയ്ക്ക് കാണാൻ കഴിഞ്ഞു. And wife was asking, why you are so happy this morning? അപ്പോൾ ഭർത്താവിനോട് ഭാര്യ ചോദിക്കുകയാണ്, ഇത്രമാത്രം താങ്കൾ സന്തോഷവാനാകാൻ കാര്യം എന്താണ്? And he said, honey, I have seen a wonderful people nowadays, which does such kind of people I never seen before. ഈ ഭാര്യയോട് താൻ പറയുകയാണ്, എടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടം ആളുകളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തി. After Brother Branham was spoken few minutes on that meeting, ആ ചില വാക്കുകൾ ആ മീറ്റിംഗിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ immediately after the service lot of preachers came and they gave the dates. You come to my church and preach 3 days revival. ബ്രണ്ണാമിന്റെ അടുക്കൽ വന്ന ആളുകൾ വന്നിട്ട് ആ അഡ്രസ് കൊടുത്തിട്ട് പറയുകയാണ്, ഞങ്ങളുടെ സഭയിൽ വരണം, 3 ദിവസം പ്രസംഗിക്കണം. So he got lot of invitations. ഒരുപാട് ക്ഷണം തനിക്ക് ലഭിച്ചു. He was baptized in Jesus name. താൻ സ്നാനപ്പെട്ടിരിക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്. Now God opened the right place to preach the word. ഇപ്പോൾ തനിക്ക് ശരിയായ പ്രസംഗിക്കാനുള്ള ഇടം ലഭിച്ചു. Now he started going to church after the church, church after the church, and preaching lot of revivals. സഭകൾ മാറി മാറി ബ്രൻഹാം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. Somehow this information went to the Branham's mother-in-law. എങ്ങനെയോ തന്റെ അമ്മായിയമ്മയുടെ അടുക്കൽ ഈ വാർത്ത എത്തി. The mother-in-law called the son-in-law. അമ്മായിയമ്മ മരുമകനെ വിളിച്ചു. When I gave my daughter to you, what I asked you? എന്റെ മകളെ നിനക്ക് തന്നപ്പോൾ അന്ന് നിന്നോട് ഞാൻ എന്താ ചോദിച്ചത്? What promise I asked you? ഞാൻ എന്ത് വാഗ്ദാനമാണ് ചെയ്തത്? You must be 100% Baptist. നീ 100% ബാപ്റ്റിസ്റ്റുകാരനായിരിക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? You must take my daughter only to the Baptist church. നീ എൻ്റെ മകളെ ബാപ്റ്റിസ്റ്റ് സഭയിൽ കൊണ്ടുപോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. But now I heard, why did you take my daughter to all this Pentecostal trash? പിന്നെ എന്തുകൊണ്ടാണ് ഈ പെന്തക്കോസ്ത് കച്ചടകളുടെ അടുക്കലേക്ക് എൻ്റെ മോളെ കൊണ്ടുപോയത്? And she shouted, her face was red. Her face was red. ബ്രണ്ണാമിന്റെ അമ്മായിയമ്മ ഭയങ്കരമായിട്ട് തന്നോട് മരുമകനോട് ചൂടായി. Sometimes the mother-in-laws always become Satan sometimes. ചിലപ്പോൾ നമുക്കറിയാം നമ്മുടെ അമ്മായിയമ്മമാര് ചിലപ്പം തനി പിശാചായിട്ട് മാറും. And from that point of time, Brother Branham stopped going there. ആമേൻ. അന്ന് തൊട്ട് ബ്രണ്ണാം പിന്നെ പോകുന്നില്ല. Brother, what I'm telling you is not the story. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരു കഥയല്ല. When God gives a direction of a life to travel in a way, we have to accept. ദൈവം നമുക്കൊരു നിർദ്ദേശം തന്ന ഒരു വഴി കാണിച്ചു തരുമ്പോൾ നാം ആ വഴിയിൽ കൂടെ പോകണം. Whether father-in-law comes, mother-in-law comes, wife comes, we don't need to listen to them. We have to go in a way what God is given to us. സഹോദര സഹോദരി, ദൈവം നിനക്കൊരു മാർഗം കാണിച്ചു തന്നാൽ, ഒരു വഴി കാണിച്ചു തന്നാൽ, ഇനി അപ്പം വരട്ടെ, അല്ലെങ്കിൽ അമ്മായിയപ്പം വരട്ടെ, അമ്മായിയമ്മ വരട്ടെ, ഭാര്യ വരട്ടെ, ദൈവത്തിന്റെ വഴിയിലൂടെ തന്നെ നീ സഞ്ചരിക്കണം. Then what happened next? പിന്നീട് എന്താ നടന്നത്? Within few weeks, ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ his wife delivered a baby. ബ്രണ്ണാമിന്റെ ഭാര്യ പ്രസവിച്ചു. She delivered a baby called Sharon Rose. ഷാരോൺ റോസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുത്തു. And Brother Branham's wife, she got meningitis disease within few weeks. പെട്ടെന്ന് ഈ ചില ആഴ്ചകൾക്കുള്ളിൽ തന്നെ ബ്രണ്ണാമിന്റെ ഭാര്യയ്ക്ക് മെനിഞ്ചൈറ്റിസ് പിടിച്ചു. Meningitis is a very contagious disease. നമുക്കറിയാം, ഒരു പകർച്ചവ്യാധിയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. And suddenly Brother Branham took his wife to the hospital. ബ്രണ്ണാം തന്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. And she was slowly dying. തന്റെ ഭാര്യ ഇങ്ങനെ അല്പാൽപമായി ഇഞ്ചിഞ്ചായി മരിക്കുകയാണ്. But at the same time, Brother Branham was working in some local administrative office. അപ്പോൾ തന്നെ ബ്രണ്ണാം ചില ഓഫീസുകളിൽ ജോലി ചെയ്യുന്നുമുണ്ട്. And suddenly they gave him information in the wireless, your wife is serious, come immediately. പെട്ടെന്ന് വയർലെസ്സിൽ സന്ദേശം തനിക്ക് ലഭിച്ചു, തന്റെ ഭാര്യയ്ക്ക് ഗുരുതരമായ അവസ്ഥയിലാണ്, വേഗം വരണം. Immediately he rushed up and took his car and went to see his wife in the hospital. തന്റെ ഭാര്യയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് കാർ ഓടിച്ചു വരുന്ന ബ്രണ്ണാം. So how the COVID-19 patients are totally separated, his wife is also separated. COVID-19 ബാധിച്ച രോഗികൾ എങ്ങനെ അകന്നു കിടക്കുന്നു, അതുപോലെ തന്നെ തന്റെ ഭാര്യ ആശുപത്രിയിൽ ഒരു സ്ഥലത്തേക്ക് മാറി കിടക്കുകയാണ്. But Brother Branham, since she's dying, Brother Branham was allowed to see the wife.
തൻ്റെ ഭാര്യ മരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഭാര്യയെ കാണുവാൻ ഈ ഭർത്താവിനെ ആശുപത്രി അധികൃതർ അനുവദിച്ചു. And doctors told him, your wife, she's not going to live, she's going to die. ഡോക്ടർ പറഞ്ഞു തൻ്റെ ഭാര്യ ജീവിച്ചിരിക്കത്തില്ല, മരിക്കും. Brother Branham went slowly next to his wife. ബ്രണ്ണാം തൻ്റെ ഭാര്യയുടെ അടുക്കലേക്ക് ചെന്നു. He took her hand like this. തൻ്റെ ഭാര്യയുടെ കൈ തൻ്റെ നെഞ്ചിലേക്ക് എടുത്തു വെച്ചിട്ട് and he said, honey, I love you. തന്നോട് പറഞ്ഞു, പൊന്നെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. And immediately he'll kneel down and pray for the wife. പെട്ടെന്ന് അവൻ മുട്ടുകുത്തി തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. In his eye he saw a black cloth came and covered his wife. ഒരു കറുത്ത തുണി തൻ്റെ ഭാര്യയുടെ മേലിലേക്ക് വീണ് അവളെ ആകമാനം മൂടുന്നതായി താൻ കണ്ടു. And before she died, she asked a promise from Brother Branham. മരിക്കുന്നതിന് മുമ്പ് ബ്രണ്ണാമിനോട് അവൾ ഒരേ ഒരു കാര്യം ആവശ്യപ്പെട്ടു. Honey, God gave you a right direction in the ministry. ബ്രണ്ണാമിനോട് ഭാര്യ മരിച്ചുകൊണ്ടിരിക്കുക, ഈ സ്ത്രീ പറയുകയാണ്, നിങ്ങൾക്ക് ദൈവം ഒരു നല്ല വഴി കാണിച്ചു തന്നില്ല. God opened the good doors to preach the message. ദൈവത്തിന്റെ സന്ദേശം പ്രസംഗിക്കുവാൻ നല്ല വാതിലുകൾ തുറന്നു തന്നില്ലേ? We both did the greatest mistake to listen to my mother. എൻ്റെ അമ്മയുടെ ആ വാക്കുകൾ കേട്ട് ഒരു വലിയ തെറ്റ് നമ്മൾ രണ്ടുപേരും ചെയ്തു പോയി. And she said, go and connect yourself with those people. എന്നിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ പറയുക, നീ തിരിച്ചു എന്ന് ആ വ്യക്തികളുമായിട്ട് വീണ്ടും സമ്പർക്കപ്പെടണം. They are good people, they are right people according to the word of God. വചനപ്രകാരം അവർ നല്ല ആളുകളും ശരിയായ വ്യക്തികളുമാണ്. And she said, can you give me a promise? മരിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ ബ്രണ്ണാമിനോട് ചോദിക്കുക, എനിക്കൊരു വാഗ്ദാനം തരുമോ നിങ്ങൾ? And after he gave the promise, താൻ ഉറപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ God took her. അവളെ ദൈവം എടുത്തു. She died. അവൾ മരിച്ചു. And within few days, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ the baby also died. ആ കുട്ടിയും മരിച്ചു. Within 2 weeks of gap, 2 ആഴ്ചകൾക്കുള്ളിൽ wife died and the daughter died. ഒരു വ്യക്തിയുടെ ഭാര്യ മരിക്കുന്നു, കുഞ്ഞു മരിക്കുന്നു. And that is the turning point in his life. തൻ്റെ ജീവിതത്തിൻ്റെ അതേ ഒരു വഴിത്തിരിവ് ആ സംഭവമാണ്. So to have a turning point, he paid a great price in his life. ഇങ്ങനൊരു വഴിത്തിരിവ് ഉണ്ടാകാൻ താൻ വലിയ വില മുടക്കേണ്ടി വന്നു എന്ന് ഈ രാത്രി മനസ്സിലാക്കുക. Losing the wife and the daughter at the same time, it is a very, very painful thing. ഒരേ സമയത്ത് ഭാര്യയും പെൺകുഞ്ഞും നഷ്ടപ്പെടുന്ന ഒരു ഹതഭാഗ്യന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാം. Sometimes when God wants to bring people to his direction, ചിലപ്പോൾ ദൈവം തന്റെ ജനത്തെ ചില വഴികളിലൂടെ അയക്കാറുണ്ട്. he will go to any level. He will go to any level. ഏത് നിലയിലേക്കും ദൈവത്തിന് ഒരാളെ കൊണ്ടുപോകാം. Sometimes some people has to pay a big price. ചിലപ്പോൾ ദൈവത്തിന്റെ മാർഗം സ്വീകരിക്കാൻ വലിയ വില മുടക്കേണ്ടതായിട്ട് വരും. With the love and compassion, when God calls you, why don't you hardening your heart? പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം തന്റെ സ്നേഹത്തിലും കരുണയിലും ആർദ്രതയിലും നമ്മെ വിളിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് അവന്റെ കൂടെ ചെല്ലാൻ കഴിയുന്നില്ല? In the ministry, when God showed a right direction to Brother Branham, he just tried to go away because of what the mother-in-law said. നല്ലൊരു മാർഗം കാണിച്ചു കൊടുത്തിട്ടും ശുശ്രൂഷയ്ക്ക് വാതിലുകൾ തുറന്നു കൊടുത്തിട്ടും അമ്മാവിയമ്മയുടെ വാക്കിനെ ഭയന്ന് ദൈവത്തിന്റെ വഴി വിട്ടുപോയ ബ്രണ്ണാമിന്റെ അനുഭവം, he paid a big price for that. ഫലം എന്താണ്? ഒരു വലിയ വില താൻ മുടക്കേണ്ടതായി വന്നു. My dear brothers and sisters, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, Christ already paid a great price for you. ക്രിസ്തു നിങ്ങൾക്കായി വലിയ വില മുടക്കി കഴിഞ്ഞു. If same thing happens in your life and my life, what has happened in the life of Brother Branham, we can't tolerate that. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ബ്രണ്ണാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലാണ് സംഭവിക്കുന്നതെങ്കിലോ? Many people, they don't know this kind of history. Many people, they don't know this kind of history. പലർക്കും ഇങ്ങനെ ഒരു ചരിത്രം ഇല്ലാത്തവരാണ്. They didn't get an opportunity to read this kind of stories.
ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കാൻ അവസരം ലഭിച്ചെന്ന് വരത്തില്ല. But when I read those things, it gave me a great warning in my life. ഞാനിത് വായിച്ചപ്പോഴുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വെല്ലുവിളിക്ക് കാരണമായി. From that point of time, I totally submitted myself to this word of God. ഈ ദൈവദാസന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വായിച്ച് ആ സമയത്ത് എനിക്കുണ്ടായ ഒരു ചലന നിമിത്തം എൻ്റെ ജീവിതത്തെ ഞാൻ കർത്താവിനായി സമ്പൂർണ്ണമായി In this meeting സമർപ്പിച്ചു. only 60 people are sitting, but I all traveled all the way from Chennai, but I not regret for not even a single minute. I am very happy here. ഞാൻ ഇന്ന് രാത്രിയിൽ ചെന്നൈയിൽ നിന്ന് ഇത്രത്തോളം ഒരുപക്ഷെ ഇവിടെ 50-60 പേരെ ഇരിക്കുന്നുള്ളൂ. ഇവിടം വരെ വന്ന് ഇത് പറയുവാനായി എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. Because I am here among the right people to preach the right thing. ആമേൻ. ശരിയായ ഇടത്തും ശരിയായ ആളുകളോടുമാണ് ഞാനിത് പ്രസംഗിക്കുന്നത് എനിക്ക് ഉറപ്പുള്ളത് But കൊണ്ടാണ്. if I compromise little bit, I can go and preach some many thousands and thousands and thousands. എനിക്ക് അല്പം ഒന്ന് അനുരഞ്ജനപ്പെടാനായിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന ഒരു മീറ്റിംഗിൽ ഇത് വിട്ടിട്ട് വേണം എനിക്ക് പ്രസംഗിക്കാൻ കഴിയുമായിരുന്നു. My hand will become full of blood. എന്നാൽ എൻ്റെ കൈക്കകത്ത് രക്തം നിറഞ്ഞിരിക്കും. This is the time to submit ourselves to the will of God. ദൈവത്തിന്റെ ഇഷ്ടത്തിനായി നമ്മെ സമർപ്പിക്കേണ്ട സമയമാണിത്. Dear brothers and sisters, എൻ്റെ സഹോദരി സഹോദരന്മാരെ, you cannot pay a big price. ആമേൻ. നമുക്ക് വേണ്ടി ഒരു വലിയ വില മുടക്കിയ കർത്താവ്. You cannot pay the big price. നിങ്ങൾക്ക് വില മുടക്കാൻ കഴിയുകയില്ല. You cannot tolerate that. നിങ്ങൾക്ക് അത് സഹിപ്പാൻ You കഴിയുകയില്ല. cannot handle that. നിങ്ങൾക്കത് ഒരിക്കലും സ്വീകരിപ്പാനും കഴിയുകയില്ല. Stay in the will of God. അതുകൊണ്ട് ദൈവഹിതത്തിൽ നിൽക്കുക. Stay with God. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. Walk with God. ദൈവത്തോട് കൂടെ നടക്കുക. Only please God. ആമേൻ. കർത്താവിനെ മാത്രം പ്രസംഗിക്കുക. The time is coming. സമയം വരുന്നു. You will be translated in twinkling of an eye. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രൂപാന്തരപ്പെടാൻ പോകുന്ന സമയം എത്തുന്നു. May the Lord bless you all in Jesus' holy name. ഇന്ന് രാത്രി കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.